ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടുത്തെ പ്രിയ ദേവദാസന്മാരോടും ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം തൻ്റെ വചനമായി നിങ്ങളുടെ മതത്തെ നിർത്തിയതുകൊണ്ട് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, മഹത്വവും കരയേറ്റുന്നു. ഈ അവസരം ഒരുക്കി തന്ന പ്രിയ ദേവദാസനും സഭയ്ക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ്റെ പേര് അലക്സാണ്ടർ എന്നാണ്. കന്യാകുമാരി ഡിസ്ട്രിക്ട് തമിഴ്നാടാണ്. ഞാൻ ജോലിയോടുള്ള ബന്ധത്തിൽ 20 കൊല്ലം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സഞ്ചരിച്ച് ഈ സഞ്ചാരത്തിനിടയിൽ ക്രിസ്തു യേശുവിൽ കൂടുതൽ രക്ഷയെ കരസ്ഥമാക്കുവാനും ജലത്തിൽ സാക്ഷീകരിപ്പാനും ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയപ്പെടുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഒരു ഭൗതിക ജോലിക്കാരനായിട്ടാണ് ഞാൻ അവിടെ പ്രവേശിച്ചതെങ്കിലും ഈ കാലയളവ് കൊണ്ട് ദൈവം ഒരു ആത്മീകനായി ദൈവത്തിൻ്റെ വേലക്കാരനായി പണ്ട് തന്നെ പുറത്തു കൊണ്ടുവന്നു. അതിനായി ദൈവം അവിടെ ഉപയോഗിച്ച് പ്രിയ ദേവദാസന്മാരെ ദൈവമക്കളെ ഓർത്താൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ സഭയ്ക്ക് ഒരു പ്രയോജനമായി ഇരിക്കുമെന്ന് ഉള്ളതുകൊണ്ട് ഒരു സാക്ഷി പറഞ്ഞു പോവുക. ഞാൻ അവിടെ നിന്ന് വന്നിട്ട് 21 കൊല്ലമായി കേരള സ്റ്റേറ്റിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് വന്നിട്ട്. അതുകൊണ്ട് എൻ്റെ മലയാളത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ എന്നോട് പൊറുക്കണമെന്ന് ഒരു അപേക്ഷയോടെയാണ് നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ ആയിരിക്കുന്നത്. അങ്ങനെ സ്തോത്രം. ഈ കാലയളവിൽ ഞാൻ 5ാം ക്ലാസ് വരയ്ക്കും ഒരു സ്കൂളിൽ പഠിച്ചു, ഒരു പ്രൈമറി സ്കൂളിൽ പഠിച്ചു. 6 തൊട്ട് 8 വരെ ഒരു മിഡിൽ സ്കൂളിൽ പഠിക്കാനെ കൊണ്ട് സ്കൂൾ മാറ്റിക്കൊണ്ട് ചേർത്ത്. അപ്പോൾ അവിടെ ആ സ്കൂളിൻ്റെ അടുത്ത് ഒരു 72 വയസ്സായ ഒരു അച്ചായൻ, ഒരു അപ്പച്ചൻ അവിടെ ഒരു കട വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കണം, കൊച്ചു പിള്ളേരെല്ലാം തന്നെ ശ്രദ്ധിക്കണം. പൈസ കട വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചായനെ നോക്കുമ്പോൾ എപ്പോഴും ഈ അച്ചായൻ പല്ലൊന്നുമില്ല. എപ്പോൾ നോക്കിയാലും പുള്ളി ഒരു 10 പ്രാവശ്യം നോക്കിയാൽ ഒരു 8 പ്രാവശ്യമെങ്കിലും പുള്ളി ഈ വീടിയും കൈമാട്ടേ കാണത്തുള്ളൂ. ഞാൻ അടുത്ത് പോയി ചോദിച്ച്, അച്ചായ എപ്പോൾ നോക്കിയാലും നിങ്ങൾ വീഡിയോ വലിച്ചുകൊണ്ടിരിക്കുന്നല്ലോ, ഈ വീഡിയോ വലിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താ ഗുണമുള്ളത്, എന്താ കിട്ടുമെന്ന് ചോദിച്ചു. അവിടെ അപ്പച്ചി എന്നോട് പറഞ്ഞ മറുപടി എന്ത് അറിയണോ? മോനെ, നിനക്ക് എന്തറിയാം, ഒരു വീഡിയോ വലിക്കുന്നത് 3 ഗ്ലാസ് പാൽ കുടിക്കുന്നതിൻ്റെ തുല്യമെന്ന് പറഞ്ഞു. അന്ന് ഒരു ഗ്ലാസ് പാൽ 75 കാശാണ്. അന്ന് 5 പൈസയ്ക്ക് 3 MSC ബീഡി കിട്ടും. അപ്പോൾ ഒരു ബീഡി 2 പൈസ ആയുള്ളൂ, 3 ഗ്ലാസ് പാൽ 2.25 രൂപയായി. അപ്പോൾ ഞാൻ ചിന്തിച്ച്, എന്തിനാ നമ്മൾ 2.25 രൂപ കൊടുത്ത് പാൽ കുടിക്കണം, വീഡിയോ വലിച്ചാൽ പോരെ എന്ന് പറഞ്ഞിട്ട് ആരോടും പറയാതെ വീട്ടിൽ നിന്ന് 10 പൈസ മോഷ്ടിച്ച് കൊണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് 10 ബീഡി തരണം. പുള്ളി 3 ബീഡി എനിക്ക് തന്നത്, 1 പുള്ളി എൻ്റെ കയ്യിൽ കത്തിച്ച് തന്നു. ഞാൻ എന്ത് ചെയ്തു, അത് പെട്ടെന്ന് അങ്ങ് ഇളുത്ത് ആ വീഡിയോ അങ്ങ് വലിച്ചപ്പോൾ അതിൻ്റെ അത് പുകയൊക്കെ പോയിട്ട് അത് എനിക്ക് ഇങ്ങനെ ചുമയ്ക്കാൻ ആരംഭിച്ചു. അത് ഒരു കൺട്രോളില്ലാതെ ഒരു ചുമയായപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം വീഴ്ത്താൻ തുടങ്ങി. സ്തോത്രം. കണ്ണുനീരും ഒക്കെ ചേർന്ന്. അപ്പോൾ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ചാ എന്താ അപ്പച്ചാ ഇങ്ങനെ ആയെന്ന്. മോനെ, ആദ്യം ഇങ്ങനെ തന്നെ ഇരിക്കും, നീ പഴകെ തന്നെ പാലുണ്ട് എനർജി വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ആരോടും പറയാതെ പാലിൻ്റെ എനർജിക്ക് വേണ്ടിയിട്ട്, നമ്മൾ ആരും പറയത്തില്ലല്ലോ, നല്ല ഒരു ഗുണമായൊരു കാര്യമായാലും മറ്റടുത്ത് പറയത്തില്ലല്ലോ. അതേപോലെ ഞാൻ എന്ത് ചെയ്തത്, ഇത് ഗുണമുള്ള കാര്യമായ മറ്റൊരു ആരോടും പറയണ്ട, നമുക്ക് മറ്റും ഗുണമായ മതി എന്ന് പറഞ്ഞ് അങ്ങ് തുടങ്ങിയതാണ്. പിന്നെ അതിനങ്ങ് അഡിക്റ്റായി. പിന്നെ അത് പുറത്തു വരണമെന്നുള്ള ആഗ്രഹമുണ്ട്, എന്നാലും പറ്റിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേരള സ്റ്റേറ്റിൽ കയറി. അവിടെ പോയത് ഒരു രക്ഷിക്കപ്പെട്ട ഒരു സഹോദരനടുത്താണ് ജോലിക്ക് പോയത്. അവിടെ നിന്ന് കുറേശ്ശെ സുവിശേഷം പറയുകയും പിന്നെ എനിക്ക് ക്രിസ്തുവിനോട് കൂടെ ചേർന്ന് ജീവിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ വീഡിയോ വലി എനിക്കൊരു തടസ്സമായിരുന്നു. അപ്പോൾ ഞാൻ ആലയത്തിൽ പോകുമ്പോൾ ചർച്ചിൽ പോകാൻ തുടങ്ങി. ചർച്ചിൽ പോയത് എൻ്റെ പ്രാർത്ഥന എന്നറിയാമോ? സുഹൃത്തിന്, ദൈവമേ എനിക്ക് നല്ല ഡ്രസ്സ് തരണം, നിറയെ പണം തരണം. അങ്ങനെയല്ല എൻ്റെ പ്രാർത്ഥന. എൻ്റെ പ്രാർത്ഥന ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ദൈവമേ ഇത് എന്നെ കൊണ്ട് വിടുവാൻ പറ്റുന്നില്ല, ഈ വീഡിയോ വലി എന്നെ കൊണ്ട് വിടുവാൻ പറ്റുന്നില്ല. ഒത്തിരി ശ്രമിച്ച്, ഒത്തിരി കെട്ട് വീടി സേട്ടൊക്കെ ഞാൻ ഇങ്ങനെ അത് പൊളിഞ്ഞെറിഞ്ഞതാ, ഇനി ഇത് എടുക്കത്തില്ല, ഇതിന് വലിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ സമയം ആവുമ്പോൾ ആ വീഡിയോ എടുത്ത് വലിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അഡിക്റ്റായി. ഒരു ദിവസം ഇവിടെ ചർച്ചിൽ ആറാനിലിരുന്നപ്പോൾ ദൈവ പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു. അത് യേശു ക്രിസ്തുവിനുടെ ജനനത്തെക്കുറിച്ച് സംബന്ധിച്ചുള്ള കാര്യമാണ്. അന്നേരം ലൂക്കോസ് 1-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യമാണ്, ദൈവത്താൽ അസാധ്യമായ കാര്യം ഒന്നുമില്ല. ഈ വചനത്തെ അങ്ങ് മുറുകെ പിടിച്ച് പ്രൈസ് ദി ലോർഡ്.
എന്നെ കൊണ്ട് പറ്റുന്നില്ല. ദൈവമേ, അങ്ങയെ കൊണ്ട് പറ്റുവാണെങ്കിൽ, എന്നെ വിടുവിപ്പാൻ പറ്റുവാണെങ്കിൽ, കഴിയുവാണെങ്കിൽ സ്തോത്രം. ഞാൻ പാസ്റ്ററാവെന്ന് പറഞ്ഞില്ല. എൻ്റെ ജീവിതകാലം മുഴുവനും നിന്നെ ആത്മാവിലും സത്യത നിന്നെ ആരാധിക്കും. എനിക്ക് ഞാൻ സാക്ഷിയായിരിക്കും എന്നൊരു ദൈവസേന ഒരു പൊരുത്തനയോട് ഞാൻ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ആ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ പീടി വലിക്കണം എന്നുള്ള എണ്ണ എനിക്ക് വന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വരെയിട്ടും 10-30 കൊല്ലത്തിൻ്റെ മേളിലായി. ഇന്ന് വരെയും ബീഡിയുടെ എണ്ണ വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം അത്ഭുതമായിട്ട് വിടുതൽ തന്നു. എൻ്റെ ബന്ധു ജോർജ് എന്ന് പറഞ്ഞൊരു സഹോദരനുണ്ട്. അവൻ എൻ്റെ വീട്ടിൽ വൈകുന്നേരം ഒരു സിഗരറ്റ് വലിച്ചിട്ട് കയറി വരാം. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വന്നപ്പോൾ അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, ഇത് സിഗരറ്റിൻ്റെ ഈ പുകയുടെ മണം എനിക്ക് ഇങ്ങനെ ഛർദ്ദിക്കാൻ വരുന്നു, പുറത്തു പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് എന്നെ പറഞ്ഞതറിയോ, രാവിലെ ആണല്ലോ നീ എന്നോട് ഒരു സിഗരറ്റ് മേടിച്ച് വലിച്ചത്, ഇപ്പം നിനക്ക് എന്താ പറയുക മാറ്റമെന്ന്. അങ്ങനെ ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. ചില വിടാൻ പറ്റാത്ത കാര്യങ്ങൾ. ഹല്ലേലൂയ. നമുക്ക് ഉള്ളിൽ ആഗ്രഹമൊക്കെ. ഹല്ലേലൂയ. ഈ നമ്മുടെ ഈ സ്വഭാവം, ഈ സംസാരം, ഈ നോട്ടം, ഈ ചിന്ത, ഈ പ്രവൃത്തി വിടണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ വിടുവാൻ കഴിയാതെ ആരെങ്കിലും ഇന്ന് ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവത്തെ കൊണ്ട് അസാധ്യമായ കാര്യം ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാണെങ്കിൽ, ദാഹത്തോട് ആമേ വാഞ്ചയോട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ ദൈവം തീർച്ചയായിട്ടും അത് എങ്ങനത്തെ അടിമത്വമായിരുന്നാലും ദൈവം അവന്ന് വിടുവിച്ച് നമ്മൾ പുറത്തു കൊണ്ടുവന്ന് ദൈവത്തിന് സാക്ഷിയായി ജീവിപ്പാൻ, ദൈവം നമ്മെ സഹായിപ്പാൻ അവൻ ശക്തനാണ്. ഹല്ലേലൂയ. 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 ദൈവനാമത്തിന് മഹത്വം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തുടർന്ന് കഴിഞ്ഞ ദിനങ്ങളിൽ ദൈവസന്നിധിയിൽ സ്തോത്രം ഒത്തിരി സന്ദേശം ദൈവം തന്നിട്ടുണ്ട്. എന്നാലും കുറിപ്പിട്ട് ഒരു വചനം എനിക്ക് ദൈവം തന്ന്, ഞാൻ അയക്കുന്നിടത്തൊക്കെ നീ ഇത് പറയണമെന്ന് പറഞ്ഞ് ഒരു വചനം തന്ന്, അതോടുകൂടെ അതിൻ്റെ ചില വചനം കൂടെ തന്ന് എന്നെ പറഞ്ഞയച്ചിട്ടുണ്ട് ദൈവം. ആ വചനത്തിലേക്ക് കടന്നു പോകാം. സങ്കീർത്തനം 122:1. ഇവിടെ ദാവീദ് പറയുന്നു, യഹോവയുടെ ആലയത്തിലേക്ക് പോവാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ഈ വചനമാണ് ദൈവം എനിക്ക് തന്നത്. ഒരു 8 മണിയോളം ഈ വചനം ദൈവം എന്നെ കാണിച്ചു. ഞാൻ എടുത്ത് ബൈബിൾ തുറന്ന് പഠിച്ചു. യഹോവയുടെ ആലയത്തിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ ദാവീദ് സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ട് ഞാൻ ബൈബിളെ മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് അവിടെ പോയി കിടന്നു. വീണ്ടും ദൈവാത്മാവിനോട് വീണ്ടും ആ വചനം എന്നെ എഴുതി കാണിക്കുന്നു. ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ അത് എടുത്തിട്ട് പഠിച്ചിട്ട് പോയി കിടന്നു. 3-ാം പക്കവും വീണ്ടും ആ വചനം എന്നെ എഴുതി കാണിപ്പിക്കുക. ഞാൻ 2 ദിവസം എടുത്ത് എഴുന്നേറ്റ് പഠിച്ചതല്ലേ, ഇനി 3-ാം പക്കം ഞാൻ എഴുന്നേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അന്ന് രാത്രി ദൈവം ഉറങ്ങാൻ വിട്ടില്ല. അന്ന് എന്നെ ദൈവം തിരിച്ചും മറിച്ചും ഇട്ട് ഹല്ലേലൂയ ഒരു സന്ദേശം എനിക്ക് തന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് എന്തുകൊണ്ടെന്നാ, ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് എരിവ് ദൈവത്തിന് ഉണ്ടായിരുന്നത് കൊണ്ട് ആ സന്ദേശം ദൈവം എന്നെ ഏൽപ്പിച്ചു. ഹല്ലേലൂയ. അതാണ് നിങ്ങളോട് ഇന്ന് പറയാൻ പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥനയോട് കേൾക്കണം. ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ വചനം ഞങ്ങളോട് നീ സംസാരിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവം തീർച്ചയായിട്ടും നിങ്ങളോട് സംസാരിക്കും. ആമേൻ. ഹല്ലേലൂയ. അത് ഏറ്റെടുത്തോളും. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നത്, ദാവീദ് യഹോവയുടെ ആലയത്തേക്ക് പോവാം എന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. എന്തുകൊണ്ടാണ് ദാവീദ് യഹോവയുടെ ആലയത്തിന് പോകാൻ സന്തോഷിച്ചത്? എന്ത് കാരണം കൊണ്ടാണ്, എന്ത് കാര്യം ഉള്ളത് കൊണ്ടാണ് അവൻ യഹോവയുടെ ആലയത്തിൽ പോകാൻ സന്തോഷിച്ചതെന്ന് അവിടെ നോക്കുമ്പോൾ, ഒന്നാമത്തെ കാര്യം അവിടെ പറയുന്നവൻ സങ്കീർത്തനം 11:4 പഠിച്ചാട്ടെ. വിശുദ്ധ മന്ദിരത്തിലുണ്ട്, യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു. തമിഴിൽ അത് വചനം ഇങ്ങനെ പറയുന്നു, കർത്തർ തമ്മുടെ பரிசுத்த ஆலயத்தில் இருக்கிறார், அவருடைய சிங்காசனம் பரலோகத்திலே இருக்கிறது. ആദ്യമായിട്ട് ദാവീദ് ദൈവത്തിൻ്റെ ആലയത്തിൽ പോവാമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആലയത്തിന് പോവാൻ സന്തോഷിച്ച ഒന്നാമത്തെ കാരണം, ദൈവം തൻ്റെ മന്ദിരത്തിലുണ്ട്. ആകാശത്തെയും ഭൂമിയെയും അണ്ടസരാസരങ്ങളെ സൃഷ്ടിച്ച ദൈവം, തന്നെ നിർമ്മിച്ചവൻ, തനിക്ക് ജീവാത്മാവ് തന്ന ജീവന്റെ ഉടയവൻ, തനിക്ക് വേണ്ടി എല്ലാവற்றைയും ചെയ്തവൻ, എല്ലാവരും ചെയ്യുന്നവൻ,
ആമേ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉള്ളത് കൊണ്ട് അവന് മുൻപിൽ പോവാൻ എനിക്ക് സന്തോഷമാണ്. ദാവീദിനുള്ള ഒരു വെളിപ്പാട്, ഹല്ലേലൂയ, ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ഉണ്ടെന്നുള്ള ഒരു വെളിപ്പാട് ദാവീദിന് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വെളിപ്പാടിനെ പിടിച്ചുകൊണ്ട് അവൻ നിൽക്കുന്നു. ദൈവം തൻ്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ സിംഹാസനത്തെ താഴ്ത്തി ആമേ തൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവൻ ഇറങ്ങി വന്നിരിക്കുമ്പോൾ അവന് മുൻപിൽ പോവാൻ എനിക്ക് സന്തോഷമാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം നമ്മുടെ നടുവിലുണ്ട്. യാക്കോബ് തൻ്റെ സഹോദരന് പേടിച്ചിട്ട് അവൻ അമ്മാവൻ്റെ വീട്ടിൽ ഓടുന്ന വഴിക്ക് സൂറിനിടത്ത് വരുമ്പോൾ അവിടെ സന്ധ്യയായി. അവിടെ ഒരു കല്ലെടുത്ത് തലയ്ക്ക് വെച്ച് അവിടെ കിടന്നുറങ്ങി. ആ ഉറക്കുന്ന അവൻ സ്വപ്നം കാണുന്നു. ഒരു കോവേണ്ടി ഒരു ഏണി വയ്ക്കപ്പെട്ടിട്ടുണ്ട്. ആ ഏണിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങുകയും അതിൻ്റെ മേളിൽ ദൈവം നിന്ന് അവനോട് സംസാരിക്കുന്നു. അവൻ എന്നിട്ട് പറയുന്നു, ഇത് സാധാരണ സ്ഥലമല്ല, ഹല്ലേലൂയ, ഇത് ദൈവത്തിൻ്റെ വീടാണ്, ഇത് ബത്തേലാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ അതുവരെയിലും യാക്കോബ് അവിടത്തെ കുറിച്ച് അവനക്കൊരു ചിന്തയുമില്ല. ആ സ്ഥലം എങ്ങനത്തെ സ്ഥലം എന്ന് കുറിച്ചുള്ള അവൻ അവിടെ ഒരു പഠിപ്പിന ഇല്ലായിരുന്നു അവിടെ. പക്ഷേ ദൈവം അവിടെ വെളിപ്പെട്ടപ്പോൾ അവൻ പറയുന്നു, ഇത് സാധാരണമായ സ്ഥലമല്ല, ഇത് ദൈവത്തിന്റെ വീടാണ്, ഇത് ബത്തേലാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലം, ദൈവമക്കളായി ഞാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സ്ഥലം സാധാരണമായ സ്ഥലമല്ല. ദൈവം സംസാരിക്കുന്ന സ്ഥലമാണ്, ദൈവാത്മാവ് ഇടപെടുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ഇത് അറിയാതിരിക്കരുത്, ഇത് ഉണരാതിരിക്കരുത്. ദാവീദ് ഉണർന്നുകൊണ്ട് പറയുന്നു, ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, അതുകൊണ്ട് അവന്റെ മുൻപിൽ പോവാൻ എനിക്ക് സന്തോഷമാണ്. രണ്ടാമത്തെ കാരണം സങ്കീർത്തനം അതിന്റെ 18:6 ഒന്ന് പഠിച്ചാട്ടെ. സങ്കീർത്തനം 18:6. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു, അവൻ തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. ഹല്ലേലൂയ. ദാവീദ് ഇപ്പോൾ രണ്ടാമത് ദൈവത്തിന്റെ ആലയത്തിൽ, ദൈവത്തിന്റെ മന്ദിരത്തിൽ വരുവാൻ സന്തോഷം എന്തെന്നറിയാമോ? അവൻ പറയുന്നു, എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ നോക്കി നിലവിളിച്ചു. ഹല്ലേലൂയ. തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് എന്റെ നിലവിളി കേട്ടു. എന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, അവിടെ ഭാര്യ അവനെ പരിഹസിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും, അവൻ്റെ മോൻ അബ്സലോമിനെ കൊല്ലുവാൻ വരട്ടുന്നത് കാണുവാൻ കഴിയും, അവിടെ അമ്മാവൻ ഇവനെ കൊല്ലുവാൻ പതിയിരിക്കുന്നതും ഇവനെ പിന്തുടർന്ന് അവിടെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അവൻ പറയുന്നു, സങ്കീർത്തനം നമുക്ക് പഠിക്കുവാൻ കഴിയും. സ്തോത്രം. തേനീക്കളെ പോലെ, തേനീച്ചയെ പോലെ എന്നെ വളഞ്ഞുകൊണ്ടു, പക്ഷേ അവർ മുള്ളിലെ എരിഞ്ഞ തീ പോലെ അവർ കെട്ടുപോയി അവിടെ പറയുന്നത് കാണുവാൻ കഴിയും. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഞെരുക്കം വലിയ ഞെരുക്കമാണ്, പറഞ്ഞു തീരാത്ത ഞെരുക്കമാണ്. ഈ ഞെരുക്കത്തിന് നടുവിൽ അവൻ ദൈവസന്നിധിയിൽ ഓടി വരുക. ഹല്ലേലൂയ. ആരോടും ഞെരുക്കം ഇവിടെ ഭാര്യയോട് പറയാൻ പറ്റുന്നില്ല, മോനോട് മക്കളോട് പറയാൻ പറ്റുന്നില്ല, അമ്മാവനോട് പറയാൻ പറ്റുന്നില്ല, ബന്ധുക്കളോട് പറയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. അവനിപ്പം പറയാനുള്ള ഒരു സ്ഥലം ദൈവസന്നിധി. ഹല്ലേലൂയ. അവൻ ദൈവസന്നിധിയിൽ ഒന്ന് പറയുന്നു, എന്റെ കഷ്ടത മറ്റുള്ളവരോട് പറയാൻ നിവൃത്തിയില്ലാതിരുന്നപ്പോൾ, എന്റെ കഷ്ടത ആര് കേൾക്കുവാൻ സന്മനസ്സില്ലാതിരുന്നപ്പോൾ, എന്റെ കഷ്ടത കേൾക്കുവാൻ സന്മനസ്സുള്ള ഒരു ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. അതുകൊണ്ട് യഹോവയുടെ മന്ദിരത്തിൽ പോയി എന്റെ കഷ്ടതകളെ അവനോട് വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. കഷ്ടത കാണുന്ന ദൈവം ഇവിടെ ഉണ്ട്. ദൈവമക്കളെ, എൻ്റെ നിങ്ങൾ ആരോടും പറയാൻ പറ്റാത്ത ചില നീർന്ന വിഷയങ്ങളോട് നിന്റെ ഹൃദയത്തിൽ നീ ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ. നിന്റെ എന്നെ ഹൃദയം അറിയുന്ന ദൈവം, നമ്മുടെ ചിന്ത അറിയുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. 2 പേർ 3 പേർ എന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ നടുവിലെ ഉണ്ടെന്ന് പറഞ്ഞ ദൈവം, വാഗ്ദാനം ദൈവം പറഞ്ഞ വാഗ്ദാനം ചെയ്ത ദൈവം വാക്കുകളിൽ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. മറ്റുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പഠിക്കുമ്പോൾ യോഹന്നാൻ ദൈവത്തിന്റെ ദിവസം ആത്മവികസനത്തിലാവുന്ന അവിടെ കാണുവാൻ കഴിയും. അന്ന് അവിടെ അവർ ആത്മവികസനത്തിലായപ്പോൾ അവനൊരു ദർശനം കാണുക. സ്തോത്രം. 7
നിലവിളക്ക് അതിൻ്റെ നടുവിൽ സ്തോത്രം നിലയെങ്കി ധരിച്ച് മാറുവർക്ക് പൊൻകച്ച കെട്ടിയ മനുഷ്യകുമാരനുക്ക് ഒത്ത ഒരു മനുഷ്യകുമാർ ഒപ്പായ ഒരുത്ത് അവിടെ നിൽക്കുവാൻ കാണുന്നത് കഴിയും. ഹല്ലേലൂയ. അവിടെ അവസാന വാക്യം പഠിക്കുമ്പോൾ ആ 7 നിലവിളക്കുകളും 7 സഭകൾ. ഹല്ലേലൂയ. സഭ നടുവ് ഉലാവുന്ന ദൈവം ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. സഭയെ ദൈവസഭയെ ദൈവം നമ്മുടെ മധ്യയിലുണ്ട്. ഹല്ലേലൂയ. നമുക്കായി അടിയേറ്റ് നമുക്കായി മരിച്ച യേശു. ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പാൻ നമുക്കായി കഷ്ടം തകിച്ച് കടൈസി തുള്ളി രക്തം വരയിൽ കാൽവരിൽ ചിന്തി തന്ന യേശു ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. ക്രൂശിലെ മരിച്ച യേശു 3-ാം പക്കം ഉയർത്തെഴുന്നേറ്റ് ഉயிருള്ളവനായി യേശു നമ്മുടെ മധ്യയിൽ അവൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. തന്റെ പാടുള്ള കരങ്ങളുമായി നമ്മുടെ മധ്യയിൽ അവൻ സഭ നടുവിൽ ഉലാവുന്ന ദൈവം നമ്മുടെ മധ്യയിൽ ഉലാവിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്തു ഭാരമായിരുന്നാലും എന്ത് വിഷയങ്ങളായിരുന്നാലും ദൈവത്തെ കൊണ്ട് അസാധ്യമായ കാര്യം ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ നോക്കി നിലവിളിച്ചു. തൻ്റെ അഭിഷുദ്ധ മന്ദിരത്തിൽ നിന്ന് എൻ്റെ നിലവിളി കേട്ടു. ദാവീദ് പറയുന്നു, എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയുടെ നിലവിളിച്ചു. എല്ലാ കഷ്ടതയിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? ഹല്ലേലൂയ. എല്ലാ കഷ്ടത വിടുവിക്കുന്ന ഒരു ദൈവം ഇന്ന് നമ്മുടെ മധ്യയിലുണ്ട്. ദൈവമക്കളെ, ദൈവസഭയെ നമ്മുടെ എല്ലാ കഷ്ടതകളിൽ നിന്നും എല്ലാ ഭാരങ്ങളിൽ നിന്നും എല്ലാ വിഷയങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്ന ഒരു നല്ല ദൈവം, സ്വർഗത്തിലെ ദൈവം നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. എൻ്റെ മോന് 1.25 ലക്ഷം രൂപ ഫീസ് കെട്ടണം. എൻ്റെ മോക്ക് 46,000 രൂപ ഫീസ് കെട്ടണം. കൊച്ചുമ്പോൾ ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് എല്ലാം ബ്രേക്കായി. എല്ലാ വാതിലും അടഞ്ഞു. എല്ലാ വാതിലും കൊട്ടി അടഞ്ഞു. മുൻപിൽ ഒരു വാതിൽ പോലും ഇല്ല. ആ സമയത്ത് എൻ്റെ മോന് ഫീസ് കെട്ടാതെ 18 ദിവസം എൻ്റെ വീട്ടിനകത്തിരുന്നവൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒരു സൈഡിൽ നിന്ന് ശുശ്രൂഷയിലൂടെ ആരാധന നടത്തുന്ന ഒരു പൈതലാണ്. 18 ദിവസം അവർ മുറി വിട്ടും പുറത്തു വരാതെ മുറിയിലാത്തിരുന്നു. ഇത് കണ്ടപ്പോൾ ഞാൻ വീട്ടിൽ ഭാര്യയോട് മക്കളോട് സംസാരിച്ച്, നമുക്കിനി വേറൊരു വഴിയില്ല. നമ്മുടെ ചർച്ച്, നമ്മൾ താമസിക്കുന്ന വീടാണ്, മേളിലാണ് ചർച്ച്. ഒരു സീറ്റിട്ടൊരു ചർച്ച. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ കുടുംബമായിട്ട് ഒരു 7 ദിവസം ദൈവസ്ഥാനത്തിൽ എന്ത് ചെയ്യാം, ദൈവത്തിൻ്റെ ആലയത്തിൽ ഇപ്പോൾ എന്ത് ചെയ്യാം, ഉപവസിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മക്കൾ, എൻ്റെ ഭാര്യയൊക്കെ അങ്ങനെ അവരങ്ങ് കീഴ്പ്പെട്ട് ഞങ്ങളിങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങ് തുടങ്ങി. 6-ാം പക്കം ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് സംസാരിച്ച്, അതിൻ്റെ ഇടയ്ക്കാണ് ദൈവാത്മാവ് സംസാരിച്ചത്, 2023 മുതൽ എൻ്റെ വചനവുമായി നിന്നെ പല ദേശങ്ങളിൽ ഞാൻ നിന്നെ അയക്കും. നീ ഇതുവരെയും പുറത്തു വന്നിട്ടുണ്ടല്ലോ. 23 വർഷം ഗ്രാമത്തിനകത്താണ് പ്രവർത്തിച്ചത്. പ്രൈസ് ദി ലോർഡ്. 21 വർഷം നീ ഇതുവരെയും ഗ്രാമത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലല്ലോ. ഞാൻ നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്നെ പല ദേശങ്ങളിൽ എൻ്റെ വചനമാണ് നിന്നെ അയക്കും. ആ പ്രവചനത്തിന് നിറവേറുതൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. 2023 ഒമാനിൽ ദൈവം എന്നെ അയച്ചു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നൊന്ന് പറയട്ടെ, ഞങ്ങൾ 7 ദിവസം ദൈവസ്ഥാനത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് 7 ദിവസം പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ 8-ാം ദിവസം തൂത്തുക്കുടിയിൽ നിന്ന്, അവിടെ നിന്ന് ഇറക്കുറ ഒരു 550-600 കിലോമീറ്റർ ഉണ്ട്, ഒരു ഡോക്ടർ നമ്മുടെ വീട് അന്വേഷിച്ച് വന്ന് എൻ്റെ മോൻ്റെ ഫീസ് 1.25 ലക്ഷം രൂപ ഒറ്റയടി കെട്ടി. മോൻ കണ്ടിട്ടില്ല ഇതുവരെയ്ക്കും അവരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവ് ഇടപെട്ടതാണ്. ഞാൻ എന്തു പറയുന്നത്, നമുക്ക് കഷ്ടതയിൽ ദൈവസന്നിധിയിൽ ദൈവമക്കളോട് ചേർന്നത് ദൈവത്തിൻ്റെ മന്ദിരത്തിൽ നിന്ന് ദൈവത്തെ നോക്കി നമ്മൾ വിളിച്ച് അപേക്ഷിച്ചാൽ ദൈവം, ഹല്ലേലൂയ, കണ്ണീർ മറികടന്ന് പോകുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് വിഷയമായിരുന്നാലും ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നവനാണ്. എൻ്റെ മോളുടെ ഫീസ് 3 വർഷത്തെ ഫീസ് ഒരാൾ ഏറ്റെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. എല്ലാ വാതിലും അടഞ്ഞു നിന്നപ്പോൾ ദൈവസന്നിധിയിൽ ദൈവമേ ഉപവാസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വഴികളെ തുറന്നു തന്നു. ഹല്ലേലൂയ. ആ ദൈവം ഇന്നിവിടെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്നിവിടെ വാതിലുകൾ കൊട്ടിയടച്ച നിലയിൽ വാതിലിന് മുമ്പിൽ നിന്നുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ദൈവസ്ഥലം ഉപവസിക്കുന്ന ദൈവമക്കളെ, ദൈവമേ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിന്റെ ഉപവാസവും പ്രാർത്ഥനയും കഴിയുമ്പോൾ നീ ഏത് വിഷയത്തിനുവേണ്ടി ദൈവസ്ഥലം ഉപവസിച്ചോ, നീ ഏത് വിഷയം ദൈവസ്ഥലം പ്രാർത്ഥിച്ചോ, ഹല്ലേലൂയ, ഏത് വിഷയത്തിനുവേണ്ടി കണ്ണീരോ ഒഴുക്കിയോ, ആ വിഷയത്തിനുമേൽ ദൈവം പ്രവർത്തിപ്പാൻ ഇന്ന് ശക്തനാണ്. ഹല്ലേലൂയ.
നമ്മുടെ ഉപവാസവും പ്രാർത്ഥനയും കണ്ണുനീരും അവൻ കടന്നു പോകുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളത്തെ അറിയുന്ന ദൈവമാണ്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ദൈവമാണ്. അവൻ നമ്മുടെ മധ്യയിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞു പോവാം. ഞാൻ കൂടെ നമ്മുടെ അവിടെ ചങ്ങനാശ്ശേരിയിൽ ഇരിക്കുമ്പോൾ ഉപവാസ പ്രാർത്ഥന നടത്തും ചർച്ചിൽ. 21 ദിവസം, 7 ദിവസം, 3 ദിവസം ഇങ്ങനെ കൂടെ ഉപവാസ പ്രാർത്ഥന നടത്തും. ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയിലൊക്കെ ഉപവാസിച്ച് പ്രാർത്ഥിക്കും. 21 ദിവസം ആണെങ്കിൽ 21, 7 ദിവസമെങ്കിൽ 7, 3 ദിവസമെങ്കിൽ 3, ഇങ്ങനെ എല്ലാ പ്രാർത്ഥനകളിലും ഉപവസിച്ച് പ്രാർത്ഥിക്കും. ഓരോ ദിവസം 3 ദിവസം പ്രാർത്ഥന വെച്ച്. അപ്പോൾ 2-ാം ദിവസം എനിക്ക് ആരാനൊക്കെ നടന്നുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിലൊരു ചിന്ത വന്നു. എനിക്ക് നല്ലൊരു ബിസിനസ് ഉണ്ട്, നല്ല ഇൻകം ഉണ്ട്, എനിക്ക് നല്ല വരുമാനമുണ്ട്, ഒരു കുറവുമില്ല എനിക്ക്. പ്രൈസ് ദി ലോർഡ്. നല്ലൊരു ബിസിനസ് ഉണ്ട്, നന്നായിട്ട് ഞാൻ നല്ല സുഖമായിരിക്കുന്നു, എനിക്കൊരു കുറവുമില്ലല്ലോ. ഞാൻ എന്തുകൊണ്ടാണ് ഉപവസിക്കണം? പ്രൈസ് ദി ലോർഡ്. ഞാൻ കൂടെ എന്തുകൊണ്ടാണ് ഉപവസിക്കേണ്ടത്? എനിക്കൊരു കുറവില്ലല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ ഉപവസിക്കണം? വേണ്ടല്ലോ, ഇത്രയും ഉപവസിക്കാൻ പാടില്ലല്ലോ എന്ന് എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അന്ന് അവിടെ ശുശ്രൂഷിപ്പാൻ പ്രവാചകൻ അവിടെ വന്നിരുന്നത്. പുള്ളിക്കാരൻ മയക്കെടുത്ത് ദൈവാത്മാവ് നിറഞ്ഞിട്ട് പ്രസംഗം തുടങ്ങിയില്ല. നേരെ എൻ്റെ മേൽ കൊണ്ട് കൈവച്ച് പറഞ്ഞ്, എനിക്കൊരു കുറവില്ലല്ലോ, ഞാൻ എന്തുകൊണ്ടാണ് ഉപവസിക്കണം എന്ന് നിൻ്റെ ഉള്ളത്തിൽ ചിന്തിക്കുന്നു. പക്ഷേ നിനക്ക് ഇപ്പോൾ ഈ ഉപവാസവും പ്രാർത്ഥന എനിക്ക് ആവശ്യമില്ലാതെ തോന്നാം. പക്ഷേ ഇത് ആവശ്യപ്പെടുന്ന ഒരു നാളിന് പിന്നിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്ന് ദൈവസ്ഥലിൽ ഉപവാസിച്ച ഉപവാസവും പ്രാർത്ഥനയുമാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് തോന്നാൻ ഈ ഉപവാസ പ്രാർത്ഥന കൊണ്ട്, ഈ ഉപവാസം കൊണ്ട്, ഈ പ്രാർത്ഥന കൊണ്ട് എന്താ ഉള്ളത്, എന്താ ഗുണമുള്ളത്? നമ്മൾ കൂടെ ഉപവസിക്കുന്നല്ലോ, കൂടെ പ്രാർത്ഥിക്കുന്നല്ലോ. ആമേ, ഇതെന്താ? ആമേ, എന്നാൽ നമുക്കൊരു ചിന്ത ഒരു പക്ഷെ ഉണ്ടായേക്കാം. എന്നാലും ഇന്ന് നീ ഉപവസിച്ചാൽ, ദൈവമക്കളെ ഇന്ന് നീ പ്രാർത്ഥിച്ചാൽ, നിനക്ക് മാത്രമല്ല നിന്റെ തലമുറകൾ മേലും ദൈവത്തിന് ആമേ വലിയ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവിടെ കാണുവാൻ കഴിയും. 2 ദിനവൃത്താന്തം പുസ്തകം 20-ാം അധ്യായത്തിലൊരു സംഭവം ഞാൻ പെട്ടെന്ന് ചുരുക്കി പറഞ്ഞു പോവാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ സ്വോത്രം മോവാബ്യരും അമ്മോനിയരും സേയീർ ദേശത്തുമായി ഒരു വലിയ കൂട്ടമായിട്ട് അവർ ഒന്നു ചേർന്ന് യോസബാത്തിനും യഹൂദ ജനത്തിനും വിരോധമായി വരുന്നുണ്ട്. ഈ വരുന്ന സംഗതി യോസബാത്ത് യഹൂദ ജനങ്ങൾ കേട്ടപ്പോൾ ഒത്തിരി പേടിച്ചിട്ട് ഒരു ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. യോസബാത്ത് ഒരു ഉപവാസ പ്രാർത്ഥന പ്രഖ്യാപിച്ചു. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 12-13 വാക്യം വായിച്ചാട്ടെ. അപ്പോൾ യോസബാത്ത് സാഷ്ടാംഗം വണങ്ങി 12-13 വാക്യമാണ്. 12-13 വാക്യം. ഈ വലിയ സമൂഹത്തോട് എതിർപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല, എന്ത് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയുന്നില്ല. എങ്കിലും ഞങ്ങളുടെ കണ്ണുകൾ അങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു, യഹൂദയിലേക്കും. അവർ കുഞ്ഞുങ്ങളോടും ഭാര്യമാരും ഒക്കെ കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. സഭയോട് അവർക്കൊരു കഷ്ടത വന്നപ്പോൾ, ഒരു ഞെരുക്കം വന്നപ്പോൾ, യോസബാത്ത് ഒരു ഉപവാസം പ്രഖ്യാപിച്ചപ്പോൾ അവിടെ യഹൂദ ജന കുടുംബമായി ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ദൈവസഭയിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും തങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ യോസബാത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവമേ, ഈ വലിയ സമൂഹത്തിന് മുൻപാൽ നിൽപ്പാൻ ഞങ്ങൾക്ക് എന്തില്ല? ശക്തിയില്ല, ഞങ്ങൾക്ക് ബലമില്ല. വലിയ സമൂഹമാണ് ഞങ്ങൾക്ക് വിരോധമായി എതിരെ വരുന്നത്. അവർക്ക് മുമ്പിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. എന്നാലും ഒന്ന് ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ കണ്ണുകൾ നിങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ സഹായിക്കുന്ന ദൈവമാണ്. നീ സഹായിക്കുന്നത് വരെയിലും ഞങ്ങൾക്ക് നീ ആമേ അതുവരെയിലും ഞങ്ങളുടെ കണ്ണുകൾ അങ്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ പറയുന്നു, ദൈവമേ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയത്തില്ല. പ്രതിസന്ധി വലുതാണ്, പ്രശ്നം വലുതാണ്. അല്ലേ, ഇതിനു മുൻപാ നിൽപ്പാൻ ഞങ്ങൾക്ക് ബലമില്ല, ശക്തിയില്ല. എന്ത് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് അറിയുന്നില്ല. എന്നാൽ ഞങ്ങൾ ഒന്ന് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
നീ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. നീ ഞങ്ങളെ സഹായിക്കും വരയിലും ഞങ്ങളുടെ കണ്ണുകൾ നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേ യോസഫാത്ത് യഹൂദ ജനവും ആമേ വിഷയത്തെ അവർ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് പരമേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ വിഷയത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവർ മാറ്റിവിട്ടപ്പോൾ അവിടെ ദൈവം പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ദൈവസന്നിധി ഉപവസിച്ചു, ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ആമേ സഹായത്തിനായി ദൈവത്തിന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഹല്ലേലൂയ. അവിടെ ദൈവാത്മാവ് വെളിപ്പെടുന്നത് കാണുവാൻ കഴിയും. ദൈവാത്മാവ് അവിടെ സംസാരിക്കാൻ, ദൈവം അവിടെ സംസാരിക്കുന്നു. യുദ്ധം നിങ്ങളുടേതല്ല. ഈ വലിയ സമൂഹത്തെ കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഈ യുദ്ധം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു, നിങ്ങൾ മിണ്ടാതിരിപ്പീൻ. അവർ സ്തുതിപ്പാനും ആരാധിപ്പാനും തുടങ്ങി. ഇവർക്ക് പുറമായി കൂട്ടം കൂടി വന്ന് ആ കൂട്ട് ഹല്ലേലൂയ തങ്ങളെ വെട്ടുമട്ടി അവരെല്ലാം മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, കൂട്ടുകൂടുന്നു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ആമേ പക്ഷം തിരിഞ്ഞ് സംസാരിക്കുന്നു, ആമേ പ്രവർത്തിക്കുന്നു, ഭയപ്പെടേണ്ട. പ്രാർത്ഥിച്ചാ മതി, ദൈവസ്ഥലം ആമേ നോക്കിയാ മതി, ദൈവമുഖത്തേക്ക് നോക്കിയാ മതി. ദൈവം പ്രവർത്തിക്കും. പ്രതികാരം യഹോവയ്ക്കുള്ളത്, നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. ദൈവം പ്രതികരിക്കത്തല്ല ചെയ്യും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ ദൈവത്തിലെ കണ്ണിന്റെ കൃഷ്ണമണികളാണ്. എന്നെ നിന്നെ തൊടാൻ വന്നാൽ ആമേ ദൈവം ആമേ ദൈവം പ്രവർത്തിക്കത്തല്ല ചെയ്യും. ദൈവം മിണ്ടാതിരിക്കുകയല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം മിണ്ടാതിരിക്കുകയല്ല. ദൈവം നമുക്ക് വേണ്ടി ജന്മിക്കുന്ന ദൈവമാണ്. ഇന്ന് ഈ രാത്രി കാലം ആമേ നാളിൽ ആമേ ദൈവസഭയോട് ചേർന്ന് ഉപവസിക്കുന്ന ദൈവം, ആമേ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ വിഷയത്തിന്മേൽ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവം മിണ്ടാതിരിക്കത്തില്ല, ദൈവം മിണ്ടാതിരിക്കത്തില്ല. നിങ്ങളുടെ പ്രശ്നം ഏതുവായിരുന്നാലും, അത് എത്ര വലുതായിരുന്നാലും, സെരുബാബേലേ ആമേ പെരിയ പർവ്വതമേ നീ എമ്മാത്രം സെരുബാബേലേക്ക് മുൻപാകെ നീ സമഭൂമിയാവായി. ആമേ വിഷയം പർവ്വതം പോലെ വലുതായിരുന്നാലും, ആമേ ദൈവത്തിൽ ഉപവസിക്കുന്ന ദൈവമക്കളെ, ആമേ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, അത് നിങ്ങളുടെ മുമ്പിൽ അതൊരു ഒന്നുമില്ലാതെ ദൈവം മാറ്റിക്കളയും. ഹല്ലേലൂയ. വിശ്വാസത്തോട് ദൈവത്തിൽ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോട് ദൈവത്തിൽ ആമേ ഉപവസിക്കുക, വിശ്വാസത്തോടെ പ്രശ്നങ്ങളെ ദൈവകരങ്ങളിലേക്ക് പരമേൽപ്പിക്കുക. അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം. അടുത്താവും പറയുന്നു സങ്കീർത്തനം 92 അതിന്റെ 13 വാക്യം കൊണ്ടൊന്ന് പഠിച്ചാട്ടെ. യഹോവയുടെ ആലയിൽ നടുതലയായവർ ദൈവത്തിന്റെ പ്രകാരങ്ങൾ അവർ തളയ്ക്കും. ഇവിടെ ദാവീദ് പറയുന്നു, ദൈവത്തിന്റെ ആലയത്തിൽ നടുതലയായവർ ദൈവത്തിന്റെ പ്രകാരങ്ങളിൽ തളയ്ക്കും. ഇപ്പൊ ദാവീദിനൊരു ആഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ ദാവീദിനൊരു എന്നാ ആഗ്രഹം? ഞാൻ ഒന്ന് തളയ്ക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊന്ന് തളയ്ക്കണം. അതെന്ത് ചെയ്യണം? ആത്മീകമായും ശാരീരികമായും ഭൗതികമായും എനിക്കൊന്ന് തളയ്ക്കണം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ മന്ദിരത്തിൽ പോയി നടുതലയാകണം. പ്രൈസ് ദി ലോർഡ്. എന്താ മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ ദൈവം ഇവിടെ ദാവീദ് പറയുന്നു, ആമേ ദൈവത്തിന്റെ മന്ദിരത്തിൽ നാട്ടപ്പെടുന്നവര്, ആവുന്നവര് എന്റെ ദൈവത്തിന്റെ പ്രകാരങ്ങളിൽ തളയ്ക്കും. എനിക്കൊന്ന് തളയ്ക്കണം. ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. ആത്മീകമായും ശാരീരികമായും ഭൗതികമായും ഞാനൊന്ന് തളയ്ക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ളവരാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ മന്ദിരത്തിൽ നടുതലയായാൽ ഞാൻ തളയ്ക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ്. ഞാൻ എൻ്റെ ചർച്ചിൽ പറയും, ആമേ സ്തോത്രം, നിങ്ങൾ വിശുദ്ധ സഭായോഗത്തിന് അതുപോലെ സഭയിൽ നടക്കുന്ന ആമേ മുഖ്യ ഉപവാസ പ്രാർത്ഥനകൾക്ക്, ആമേ ഉപവാസങ്ങൾ പ്രാർത്ഥനകൾക്കൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ആലയത്തിൽ വന്ന് നടുതലയാവണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ബന്ധുവിടെ വീട്ടിൽ പോയി നടുതലയാകാൻ പാടില്ല, കല്യാണ വീട്ടിൽ പോയി നടുതലയാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇല്ല, നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ വീട്ടിൽ നാം കൊണ്ടുവന്ന് അവരെ നാട്ടി വെച്ചിട്ട് അവരുടെ ചുറ്റിലും കുമ്മി അടിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. നിങ്ങൾ വിശുദ്ധ സഭായോഗത്തിനും സഭയ്ക്കുള്ള നടക്കുന്ന പ്രാർത്ഥനകൾക്കൊക്കെ ദൈവമക്കൾ സഭയിൽ വന്ന് എന്ത് ചെയ്യണം? ദൈവമക്കളോട്, ദൈവദാസനോട് നടുതലാകണമെന്നാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സാക്ഷി നടന്ന ഒരു സംഭവമാണ് പറഞ്ഞു പോവാം. സഹോദരിയുണ്ട്, എന്നെ ശ്രദ്ധിക്കണേ. ചേച്ചിയുടെ മോളെ കല്യാണ നിശ്ചയം. അപ്പോൾ അനുജത്തി പറയുന്നു, ഞായറാഴ്ച കല്യാണം വെച്ചാൽ കല്യാണത്തിന് ഞാൻ കല്യാണം കൂടത്തില്ല ഞാൻ. ചേച്ചി എന്ന് വിചാരിച്ചു, ഇവള് വെറുതെ പറയുന്നതല്ലേ, ഇവൻ്റെ അനുജത്തിയല്ലേ, എനിക്ക് ഒറ്റ മോളില്ലേ ഉള്ളൂ,
ഇവ അങ്ങനെ പറഞ്ഞാലും കല്യാണത്തിന് വരും എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് ഞായറാഴ്ച കല്യാണം വെച്ചിട്ട് ആ കല്യാണക്കുറി അനുജത്തി കൊണ്ടു കൊടുക്കുക. അപ്പൊ കുറി കയ്യിൽ വായിച്ചിട്ട് അനുജത്തി പറയുന്നു, ഈ കല്യാണത്തിന് ഞാൻ വരത്തില്ല. എന്ത്? നീ ഞായറാഴ്ച കല്യാണം വെച്ചിരിക്കുന്നു, ഞായറാഴ്ച എൻ്റെ ദൈവത്തെ ആരാധിപ്പാൻ ഞാൻ ആലയത്തിൽ ഞാൻ പോകണം. ഈ പരിപാടി വിട്ടിട്ട് മറ്റെന്ത് പരിപാടിക്ക് ഞാനില്ല. ഹല്ലേലൂയ എന്ന് അനുജത്തി ചേച്ചിയോട് തൻ്റെ തീരുമാനത്തെ തറപ്പിച്ചങ്ങ് പറഞ്ഞു. ചേച്ചി എന്ന് പറഞ്ഞു കൊടുത്ത കല്യാണക്കുറിയെ പിടിച്ചു മേടിച്ചിട്ട് അത് കീറി അനുജത്തിയുടെ മുഖത്തിലെറിഞ്ഞ് ഈ കല്യാണത്തിന് വന്നില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിക്കും. അല്ല, ശ്രദ്ധിക്കണേ. ഞാൻ ചെത്ത നീ വന്ന് എന്നെ കാണാൻ പാടില്ല, നീ ചെത്ത ഞാൻ വരത്തില്ല. ഭയങ്കര തീരുമാനമാ. പുള്ളി പോയി, ചേച്ചി പോയി, ഒറ്റ മോളെ ഉള്ളൂ. സ്വോത്രം, വേറെ കല്യാണം അവിടെ ഇല്ല, ചേച്ചി ഭർത്താവും ഇല്ല. ചേച്ചി അങ്ങ് പോയി. കല്യാണ ദിവസം വന്നു. അന്ന് ഞാനാണ് അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രണ്ടാമത്തെ ചർച്ചിലാണ് അവിടെ രണ്ടാമത്തെ ചർച്ചിൽ ആരാധനയാണ്. അപ്പോൾ ഞാൻ ആരാധന അങ്ങനെ അവർ നേരത്തെ വരും. അങ്ങനെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുമ്പേ ആ സഹോദരനും സഹോദരി 2 പിള്ളേരുമായിട്ട് ചർച്ചിനകത്ത് കയറി വരുന്നു. എനിക്കറിയാം ഇന്ന് അവിടെ കല്യാണമാണ്, അവിടെ 10 മണി കല്യാണമായിരുന്നു. ചേച്ചിയുടെ മോക്ക് 10 മണി കല്യാണമാണ് മണ്ഡപത്തിൽ. ഇവിടെ അനുജത്തി എന്ത് ചെയ്യുന്നു? 2 മക്കളെയും ഭർത്താവിനെയും കൂട്ടിയിട്ട് അവിടെ വന്നിരിക്കുന്നു, ആലയത്തിൽ വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ഒന്ന് പറയട്ടെ, ഈ കല്യാണം കഴിഞ്ഞ് 3 മാസം പോലും ആയില്ല, ഈ ബന്ധം ഇവിടെ വെച്ച് തീർന്നു പോയ ചേച്ചി വരുന്ന 3 മാസം കൂടെ കഴിഞ്ഞില്ല, നീ ഇല്ലാതെ എനിക്ക് ഇനി ആരുമില്ല, നിന്റെ ബന്ധം ഇല്ലാതെ എനിക്ക് ഇനി വേറൊരു ബന്ധം, ഇത്ര അടുത്തൊരു ബന്ധം ഇല്ല എന്ന് ചേച്ചി അനുജത്തിയുടെ അടുത്ത് വന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സദൃശ്യ വാക്യങ്ങൾ 16-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം ഒരു വാക്യം ഒന്ന് പഠിച്ചാട്ടെ. ഒരുത്തന്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവനുടെ ശത്രുക്കളെ അവനോട് ഇണക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരന്റെ വഴി യഹോവയ്ക്ക് പ്രസാദമായിരുന്നു. അതുകൊണ്ട് തൻ്റെ ചേച്ചി ശത്രുവായവളെ കണ്ടിട്ട് പോയതാ. പക്ഷെ ദൈവം എന്ത് ചെയ്തു? അവളെ ഇവളോട് ഇണക്കി. ഒരു കാര്യം കൂടെ നമ്മൾ പറയാതെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ എന്ത് വിചാരിച്ചാലും സാരമില്ല. പ്രൈസ് ദി ലോർഡ്, പറഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു അന്നേരം, ഈ സഹോദരി അന്ന് നമ്മുടെ ആരാധന രണ്ടാമത് എൻ്റെ ചേച്ചിയുടെ മോളുടെ കല്യാണമാണ് എനിക്ക് മുഖ്യം, എനിക്ക് പ്രധാനമെന്ന് പറഞ്ഞിട്ട് പോയെങ്കിൽ 3 മാസം ആകുന്നതിന് മുമ്പേ ഈ ബന്ധം പൊളിഞ്ഞാനെ. എന്തെങ്കിലും ശ്രദ്ധിക്കുന്നോ? ഇന്ന് നമ്മുടെ ബന്ധങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുന്ന കാരണം എന്താ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബന്ധങ്ങളൊക്കെ പൊളിഞ്ഞു കിടക്കുമ്പോൾ എന്തായാലും അറിയുന്നുണ്ടോ? ഈ രഹസ്യം എന്തായാലും അറിയുന്നുണ്ടോ? നമ്മള് ശത്രു നിന്റെ കണ്ണ് വെട്ടിച്ച് ചില ബന്ധങ്ങളും ചില നന്മകൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന ചില നന്മകൾ, ചില മേന്മകൾ, ഉയർവുകൾ, നിന്റെ സന്തതിക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന ചില നന്മകൾ എന്തായാലും ബ്രേക്കായി പോയെന്ന് അറിയാവോ? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനും ആരാധനയ്ക്കും ദൈവത്തെ ആരാധിക്കുന്ന ആരാധന സമയങ്ങളിൽ ദൈവത്തിന്റെ മന്ദിരത്തിൽ വന്ന് നടുതലയാകാത്തത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ഒന്ന് തിരിഞ്ഞൊന്ന് ചിന്തിച്ചു നോക്കുക. നിന്റെ ബന്ധമൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുക? നിന്റെ നന്മകളൊക്കെ ഇപ്പോൾ എവിടെ നിൽക്കുക? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നീ ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ദൈവമക്കളോട്, പ്രിയ ദേവദാസരോട്, സഭയോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് ചില നന്മകൾ മാറി നിൽപ്പാൻ ഇതും ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവസഭയോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിച്ചു വേണം. കർത്താവ് പറഞ്ഞ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അത് ജയിക്കയില്ല. ഞാനതിങ്ങനെയാ ചിന്തിക്കുന്നത്. ഇത് ദൈവത്തിന്റെ സഭയാ. ദൈവം എങ്ങനെ പണിതുകൊണ്ടിരിക്കുക? പാതാള ഗോപുരവും പിശാച് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ഇവ എന്തിനാ നിന്നെ പണിയുന്നത്? നിന്നെ പിടിച്ച് മടക്കുവാനാ. പ്രൈസ് ദി ലോർഡ്. എന്നാ ദൈവം എന്ത് ചെയ്യുന്നു? അവന്റെ കയ്യിൽ നിന്ന് വെട്ടിച്ച് നിന്നെ പണിതുകൊണ്ടിരിക്കുക.
നീ എവിടെയാണ് പണിയപ്പെടുന്നത്? നീ സഭയിനകത്താണ് പണിയപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അവസാന വാക്യം. രക്ഷിക്കപ്പെടുന്നവർ ദൈവം ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട്. എന്തിനാ സഭയോട് ദൈവം ചേർത്തത്? സഭയിൽ ഒരു പണിയുണ്ട് സഭയിനകത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പണിതെടുപ്പാനാ. ഹല്ലേലൂയ. ഈ പണിത് പൂർത്തിയാകുമ്പോൾ കർത്താവിന്റെ വരവിങ്കേക്ക് സഭ എടുത്തു പെടുമ്പോൾ സൂത്രി പൂർണ്ണ മണവാട്ടിയായി ദൈവത്തോട് ചേർക്കപ്പെടുവാൻ, ദൈവ സഭയ്ക്കകത്ത് പണിയപ്പെടുവാനാണ് ദൈവ സഭയ്ക്കകത്ത് എന്നെ നിന്നെയോ ദൈവം കൊണ്ടുവന്നത്. ഹല്ലേലൂയ. അത് സമരിയക്കാരാന്ന് കൊണ്ട് സ്വോത്രം അല്ലെ ഒരു വഴിയിൽ കടന്നു അവനെ ദൈവം മന്ദിരത്തിൽ കൊണ്ടുവന്നു. അവൻ്റെ എണ്ണ വാർത്തു സുഖവാഹനത്തിലേറ്റി മന്ദിരത്തിൽ കൊണ്ടുവന്നു. അവിടെ ഉടമസ്ഥനോട് പറഞ്ഞു, സ്വോത്രം കുറച്ച് കാശ് കൊടുത്തിട്ട് നീ ഇവനെ നോക്കിക്കോ, ഇവനെ ശുശ്രൂഷിച്ചിക്കോ. ഞാൻ വരുമ്പോൾ നീ കൂടുതൽ നീ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരും. ദൈവമക്കളെ, പുറത്ത് കിടന്ന് അമ്മ കർത്താവ് തൻ്റെ രക്തത്താൽ കഴുകി സഭയിനകത്ത് കൊണ്ടുവന്നു. ഹല്ലേലൂയ. ഒരു മന്ദിര തലവന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് കർത്താവ് ഉപകരിക്കുക. ഹല്ലേലൂയ. അവൻ വരുവാൻ പോവുക. അവന് ഇവിടെ ഒരു പണി നടക്കുവാൻ, എനിക്കൊരു ആത്മീകമായി ഒരു പണി നടത്തുവാൻ. ഹല്ലേലൂയ. ഇവർ സഭയായി പണിയപ്പെടുവാൻ, കരനിരയില്ലാതെ ഒരു സഭയായി പണിയപ്പെടുവാനാണ് ദൈവം നിന്നെ സഭയ്ക്കകത്ത് കൊണ്ടുവന്നത്. ഹല്ലേലൂയ. നീ ആരാധനകൾ ബ്രേക്ക് ആയാലുണ്ടല്ലോ, നീ ദൈവസ്ഥാനത്ത് നിന്ന് പണിയപ്പെടാതിരുന്നാലുണ്ടല്ലോ, ആരാധന ബ്രേക്ക് ചെയ്താലുണ്ടല്ലോ, നിന്റെ പണി ഇവിടെ നിൽക്കും. ദൈവത്തിന്റെ പണി ഇവിടെ നിൽക്കും. നിന്റെ പണി ഇവന്റെ പണി മേളിൽ വരും. അവൻ നിന്നെ ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ കൊണ്ടുവരും നിന്നെ. മനസ്സിലായ എന്തെങ്കിലും? ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവാത്മാവ് നമ്മോട് കൃത്യമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഉപേക്ഷയായി ഈ ആലോചന നിങ്ങൾ തള്ളിക്കളയരുത്. പ്രൈസ് ദി ലോർഡ്. ദൈവം ആലയത്തെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് എരിവുള്ളത് കൊണ്ടാണ് എന്നെ ഈ സന്ദേശം അയച്ച് എന്നെ ഇന്ന് ഇവിടെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിങ്ങളോട് പറയുവാനാ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിലെനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, യഹോവയുടെ മന്ദിരത്തിൽ നടുതലയായവർ ദൈവത്തിന്റെ പ്രകാരങ്ങൾ അവർ തളയ്ക്കും. നീ തളയ്ക്കണോ? ദൈവസഭയോട് നീ ചേർന്ന് നീ എന്ത് ചെയ്യണം? നടുതലയാവണം. ദൈവത്തിന് ആരാധിക്കുന്ന ആരാധനകളിൽ നടുതലയാവണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ദൈവം എല്ലാ തലത്തിലും എല്ലാ മണ്ഡലങ്ങളിലും ദൈവം തളയ്പ്പിക്കും അവൻ. ഹല്ലേലൂയ. അടുത്ത അവൻ ദാവീദ് എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയത്തിൽ മന്ദിരത്തിൽ പോകാൻ അവൻ സന്തോഷിച്ചത്? സങ്കീർത്തനം 65:4. നിന്റെ പ്രകാരങ്ങളിൽ പാർക്കേണ്ടതിന് നിന്റെ വിശുദ്ധ മന്ദിരമായ ആലയത്തിലുള്ള നന്മ കൊണ്ട് ഞങ്ങള് തൃപ്തരാകും. ഇപ്പോ ദാവീദ് എന്തുകൊണ്ടാ ദൈവത്തിന്റെ ആലയത്തിൽ വരാൻ സന്തോഷിച്ചത്? ദൈവത്തിന്റെ ആലയത്തിന്റെ നന്മ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ദൈവത്തിന്റെ ആലയത്തിനകത്ത് കയറി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ നല്ല പാട്ടുണ്ട്, നല്ല അവൻ ആത്മീകമായി വളരുവാൻ നല്ല പാട്ട്, നല്ല പ്രാർത്ഥന, നല്ല ആരാധന, നല്ല ദൈവവചനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമവിശ്വാസി സഭയ്ക്ക് കർത്താവിന്റെ മരണത്തെ ഓർക്കുന്ന തിരുമേശമുണ്ട്. ആലയത്തിലെ നന്മ കൊണ്ട് നാം തൃപ്തനാകും. ഹല്ലേലൂയ. ആലയത്തിൽ വന്നാലേ ആലയത്തിന് നന്മ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ആലയത്തിന് നന്മ കൊണ്ട് നീ തൃപ്തനാകാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ നടത്തിക്കൊണ്ട് സഭയിൽ ദേവദാസ് എന്നൊരു സഹോദരനുണ്ട്. പേര് പറയുന്നതൊന്നും പ്രശ്നമില്ല. നടന്ന സംഭവമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. പുള്ളി നല്ല ആക്റ്റീവായിരുന്ന ഒരു സഹോദരനാണ്. അവിടെ ഗ്രാമത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എനിക്ക് വളരെ കൈത്താങ്ങായിരുന്ന ഒരു ദേവദാസ് ഒരു സഹോദരനാണ്. പുള്ളി ഒരു ദിവസം ഞായറാഴ്ച ആരാധനയ്ക്ക് പുള്ളി വന്നിട്ടില്ല. ആരാധന കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ വിളിച്ചു, എന്താ ബ്രദറെ ദാസ് എന്താ ആരാധനയ്ക്ക് വരാത്ത? പുള്ളി പറഞ്ഞ് പുള്ളിയുടെ മറുപടി എന്താ അറിയോ? വന്നില്ല. എന്താ ബ്രദർ ആരാധനയ്ക്ക് വരാത്തതെന്ന് ചോദിച്ച് വന്നില്ല. ഒരു ദേവദാസിനോട് പറയുന്ന മറുപടി കേട്ടോ, വന്നില്ല. മനസ്സിലായെന്നെങ്കിലും ഈ മറുപടിയിൽ എനിക്ക് 6 ദിവസം മീറ്റിംഗ് എനിക്ക് കന്യാകുമാരിലുണ്ടായിരുന്നു. അത് ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് വീട്ടിലോട്ട് പോയി. അടുത്ത ഞായറാഴ്ച രാവിലെ വന്നു, ഇവിടെ വന്ന് ആരാധന നടത്തി. ഈ സഹോദരൻ ഈ ആശയം വന്നില്ല. ഞാൻ വീണ്ടും ഫോൺ വിളിക്കുന്നു, എന്ത് ദാസ് ബ്രദറെ ആരാധന വന്നില്ല? വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്നും പുള്ളിയുമായിട്ട് എന്തോ ഒരു പ്രശ്നവും ഇല്ല. സഭയിൽ ആരായിട്ടും അങ്ങോട്ട് അങ്ങനെ പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് പുള്ളിയുടെ വീട്ടിൽ പോയി. വീട്ടിൽ പോയപ്പോൾ അവിടെ ഭാര്യയും മക്കളും ഇപ്പോൾ സഹോദരൻ വീട്ടിൽ ഉണ്ടായിരുന്നു. എന്നെ ശ്രദ്ധിക്കണേ. സ്വോത്ര തമിഴ് മലയാളം ആയതുകൊണ്ട് എനിക്ക് കുറച്ച് നിങ്ങൾ അത്
ശരിക്കും കൊണ്ട് ചേർക്കാൻ പറ്റുന്ന കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അല്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ പുള്ളി പെട്ടെന്ന് പായൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇരിക്കാൻ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്, 2 ആഴ്ച ആരാധനയ്ക്ക് വന്നില്ല, എന്താ പ്രശ്നം? വിശ്വാസികളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ പ്രശ്നം? എന്താ ഉണ്ടെങ്കിൽ പറഞ്ഞേക്ക്, നമുക്ക് പരിഹരിക്കാം, എന്തുണ്ടെങ്കിലും പറഞ്ഞേക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞിട്ട് പുള്ളി ഒന്നും പറയുന്നില്ല. വിശ്വാസികളുടെ പ്രശ്നമുണ്ടോ? ഇല്ല. ഒരു പ്രശ്നമില്ല. എന്നോട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ആലയത്തിന് പുള്ളി പറയുന്നില്ല? എന്തായെന്നും പറ ബ്രദറെ എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ പെട്ടെന്ന് ഒരു വചനം എനിക്ക് പറഞ്ഞു. ആമേ, കൊരിന്ത്യർക്ക് എഴുതുന്ന 1-ാം ലേഖനം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ആ തമിഴ് നിങ്ങളെയാണ്. നിങ്ങൾ ദേവയുടെ ആലയം എന്നും ദേവയുടെ ആവിയാണ് ഉങ്ങൾക്കുൾ വാസമായി ഇരിക്കാറ് എന്നും അറിയുകളാ. അപ്പോൾ അവർ പുള്ളിക്കാരൻ പറയുന്നു, ഞാൻ തന്നെ ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുമ്പോൾ, ഞാൻ തന്നെ ദൈവത്തിൻ്റെ ആലയമായിരിക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇനി ഒരു മന്ദിരത്തിന് വരണം? പുള്ളിയുടെ മറുപടി ശ്രദ്ധിച്ചോ നിങ്ങളെ? ഞാൻ സ്ട്രക്കായി പോയി കേട്ടോ. എന്നോ വെളിപ്പാടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാനിക്ക് എന്തുകൊണ്ട് വന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അവൻ പുള്ളി പറഞ്ഞ് ഭയങ്കര വെളിപ്പാടാ. പ്രൈസ് ദി ലോർഡ്. ഞാൻ തന്നെ ദൈവത്തിൻ്റെ മന്ദിരമായിരിക്കുമ്പോൾ ഞാൻ എന്തിനോട് മന്ദിരത്തിന് വരേണ്ടത്? ഞാൻ ഉടനെ അങ്ങനെ സ്ട്രക്കായിട്ട് ഞാൻ പറഞ്ഞു, അതെ ശരി തന്നെ ബ്രദർ, ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവത്തിൻ്റെ മന്ദിരമാണ്. പുതിയ നിയമത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ ദൈവത്തിൻ്റെ മന്ദിരങ്ങളൊക്കെ കൂടി ചേർന്ന ഒരു സ്ഥലമുണ്ട്, അതാണ് സഭ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് എബ്രേയർ ലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായം 24-ാം വാക്യം ഒന്ന് പഠിച്ചാട്ടെ. അവർക്ക് പുള്ളി ഞാൻ ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. തമ്മിൽ മതി. ഹല്ലേലൂയ. ഞാൻ ഇവിടെ പുള്ളിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ വചനം എടുത്ത് പുള്ളി പറഞ്ഞു, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, സഭായോഗത്തെ ഉപേക്ഷിക്കരുത് എന്ന് തമ്മിൽ പ്രബോധിക്കണം. പ്രബോധിപ്പിക്കണം. ആരോടാ? ഇന്ന് സഭായോഗത്തിന് വരാത്തവർ, ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരാത്തവർ, ഇന്ന് വന്നവർ നിങ്ങൾ എന്ത് ചെയ്യണം? ശാന്തമായി അവരോട് എന്ത് ചെയ്യണം? പ്രബോധിപ്പിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിലർക്കൊക്കെ ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാ. എന്താ ചർച്ചിന് വരാത്തത്, എന്താ ആരാധനയ്ക്ക് വരാത്തത് ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കൊന്നും ആ ബുദ്ധിമുട്ടില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഭയോട് ചേർന്ന് നിന്ന്, സഭ ആരനോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിച്ച സഭ പണിയപ്പെടും. ഹല്ലേലൂയ. ക്രിസ്തുവെന്ന തലയോളം അത് പണിയപ്പെടുമ്പോൾ ഹല്ലേലൂയ അത് ദൈവത്തിന്റെ രാജ്യത്തോട് ചേർക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് ഒത്തിരി ഉപദേശങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ആലയത്തിന് പോകുന്നത്? ആലയത്തിന് പോകേണ്ട കാര്യം എന്തുവാ? പുതിയ നിയമവിശ്വാസികൾക്ക് ആലയമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അങ്ങനെ ഒത്തിരി ഉപദേശങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഉപദേശത്തെ കേട്ടുകൊണ്ട് ഒത്തിരി പേർ ഇപ്പം എന്ത് ചെയ്യുന്നു? സഭായോഗത്തെ വിട്ടുകളഞ്ഞ മിടുക്കന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ചേരുവാൻ പാടില്ല. സഭ വിട്ടു പുറത്തു പോയാ നീ പണിയപ്പെടത്തില്ല. കർത്താവ് വരുമ്പോ സഭയെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. സഭയോട് ദൈവത്തോട് ചേർക്കപ്പെടാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു നന്മ ആത്മീകമായോ ശാരീരികമായോ ഭൗതികമായോ ഒരു ദൈവത്തിന്റെ പൈതൽ നന്മ പ്രാപിക്കണമെങ്കിൽ സഭയ്ക്കകത്തു നിന്നേ പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ വിട്ടു നിന്നാ എനിക്ക് പറ്റത്തില്ല. പിശാച് കൊണ്ടുപോകും. അവൻ പാതാളത്തിന്റെ അവന്റെ വായ്ക്കുള്ളിൽ അവൻ അടിമത്തനത്തിൽ കൊണ്ടുപോകും. അതുകൊണ്ട് ദൈവമക്കളെ സഭയോട് ചേർന്ന് നിന്ന് ഞാനും നിങ്ങളും പണിയപ്പെടേണ്ടത് ആവശ്യമല്ല, അത്യാവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സഭ വിട്ടുള്ളൊരു കളിയും വേണ്ട. പ്രൈസ് ദി ലോർഡ്. സഭായോഗം വിട്ടുള്ള കളിയൊന്നും വേണ്ട. ഹല്ലേലൂയ. ഉപവാസവും പ്രാർത്ഥന വിട്ടുള്ള കളിയൊന്നും വേണ്ട. ദൈവമക്കളെ, എന്ത് വില കൊടുത്തെങ്കിലും സ്തോത്രം അതിനായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായ ദൈവം നമുക്ക് കടക്കാരനല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ തിരിച്ചു തരുമ്പോൾ അവൻ കൂട്ടി തരും. പ്രൈസ് ദി ലോർഡ്. നിനക്ക് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, എൻ്റെ തലമുറകൾക്ക് ദൈവം ചേർത്ത് തരും.
അപ്പോസ്തലൻ പറയും, പൗലോസ് പറയുന്നു, ക്രിസ്തു നിമിത്തം ഇവയൊക്കെ ഞാൻ ചപ്പന്നും ചവറുന്നു എണ്ണുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആരാധന ദിവസം നിനക്ക് ഒരു വലിയ നന്മ കിട്ടിയാൽ കിട്ടുമെന്ന് പറഞ്ഞാലും കിട്ടുമെന്ന് തോന്നിയാലും നീ ആരാധന വിട്ട് ആ നന്മയെ പിടിക്കാൻ പോയാ സ്വത്ര ഉയരത്തിലെ നന്മ വിട്ടുപോകും. ഹല്ലേലൂയ, ഉയരത്തിലെ മേന്മ വിട്ടുപോകും. ഹല്ലേലൂയ, നീ ഏതെങ്കിലും നന്മയെ ദൈവ ആരാധന നിമിത്തം ദൈവനാമത്തിന് നിമിത്തം വിട്ടെങ്കിൽ ദൈവം നിന്നെ എന്നേക്കുമായി നീ വിട്ടത് അവൻ തിരിച്ചു തരുവാൻ അവൻ മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു തുമ്മൽ വന്ന സഭായോഗം മുടങ്ങുക. പ്രൈസ് ദി ലോർഡ്. ഒരു മഴക്കോളാണോ? മഴയാണല്ലോ, മഴയാണല്ലോ, മഴ പെയ്യുമോ? ഇന്ന് എന്തേലും പെയ്യാ, മഴ പെയ്യും, എന്തേന് സഭായോഗം? പ്രൈസ് ദി ലോർഡ്. ആരാധന, പ്രാർത്ഥന, ദൈവമക്കളെ വില കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ കളിയല്ല, ദൈവമക്കളെ. അല്ലെങ്കിൽ വില കൊടുത്താലുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് വേണ്ടി നിൽക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ മെസ്സേജിൻ്റെ അവസാന പകുതി ഓടിയിട്ട് ഒത്തിരി കാര്യം ഇവിടെ പറയുവാനുണ്ട്. എന്നാൽ ഞാൻ പെട്ടെന്ന് നമ്മുടെ നേരം നെരുങ്ങിയത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു സംഭവം കൂടെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സംഭവം കൂടെ നമ്മൾ പഠിച്ച ലൂക്കോസിൻ്റെ പുസ്തകം 13-ാം അധ്യായം 11-ാം വാക്യം. അവിടെ 18 വർഷം കൊണ്ട് ഒരു കൂനിയായ രോഗാത്മാവ് ബാധിച്ച ഒരു കൂനി. നിങ്ങൾ പഠിക്കണം, ഞാൻ പറഞ്ഞിട്ട് പോവാം, സമയമില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുവാൻ കഴിയുന്ന 18 കൊല്ലമായിട്ട് രോഗാത്മാവ് ബാധിച്ച് കുറച്ചുകൂടെ നിമിരുവാൻ കഴിയാത്ത ഒരു കൂനി എവിടെ ഉണ്ടായിരുന്നു? ദൈവത്തിൻ്റെ ആലയത്തിൽ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രദ്ധിക്കണേ, 18 കൊല്ലമാ. നമ്മൾ ഒരു കൊല്ലമായ അയ്യോ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല, പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. നമുക്ക് എന്തൊക്കെ പറയുമെന്ന് പറയാം. നമ്മുടെ നാട്ടിലെ വിശ്വാസിയാണ്, ഉടൻ പാഷനെ കുറ്റം പറയും, സഭയെ കുറ്റം പറയും, അവിടെ കൃപയില്ല, അവിടെ വരമില്ല, അവിടെ അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് സ്വോത്രം അടുത്ത സഭ തേടുന്നവരാ. പ്രൈസ് ദി ലോർഡ്. അവിടെയും വിടുതലില്ലെന്നുണ്ടെങ്കിൽ അടുത്ത് പിന്നെ പഴയ വഴിക്ക് പോകുന്നവരാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ഈ സഹോദരി ഉണ്ടല്ലോ 18 കൊല്ലമാ. 18 കൊല്ലം കൊണ്ട് ഒരു ബലവീനം ബാധിച്ച സ്വോത്രം ഒരു ആത്മാവുണ്ട് കൂനിയാക്കപ്പെട്ട ഒരു സ്ത്രീ അവിടെ ആലയത്തിൽ ഉണ്ടായിരുന്നു. അവൾക്കൊരു നിശ്ചയമുണ്ടായിരുന്നു, നിശ്ചയം ദൈവം എന്നെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റ സമയത്തിൽ ദൈവം നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരങ്ങൾക്ക് കീഴിൽ അടങ്ങിയിരിപ്പിൻ. ഹല്ലേലൂയ. ദൈവം നമ്മെ വിടുവിക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ തക്ക സമയം പ്രവർത്തിക്കുന്നവനാണ്. യോവാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നു, സ്ത്രീ എൻ്റെ സമയം ആയിട്ടില്ല, സമയം വന്നു. ഹല്ലേലൂയ. പച്ചവെള്ളം വീഞ്ഞായി മാറ്റി. ഹല്ലേലൂയ. സമയം വരുമ്പോൾ, ദൈവത്തിൻ്റെ സമയം വരുമ്പോൾ നീ കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവസന്നിധി നോക്കിയിരിക്കുന്ന കാര്യത്തിൽ ദൈവം മറുപടി തര തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ക്ഷീണിച്ചു പോകരുത്, മടുത്തു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസം കുറഞ്ഞു പോകരുത്, പ്രത്യാശ കുറഞ്ഞു പോകരുത് ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നാം നോക്കി പാക്കുന്ന യേശു നമ്മെ ലജ്ജിപ്പിക്കുന്നവനല്ല. അവങ്കിലേക്ക് നോക്കി അവർ പ്രകാശിതരായി അവർ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. വിശ്വാസത്തോട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ തക്ക സമയം ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പണ്ടോ യേശു അന്ന് അവിടെ വന്നു. ഒത്തിരി കാലമായി കുറച്ചുകൂടെ നിമിരുവാൻ കഴിയാതെ ഇവിടെ കുറുക്കി വെച്ചിരുന്ന പിശാചിന്റെ രോഗാത്മാവിന് യേശു ആത്മാവിൽ ദർശിച്ചുകൊണ്ട് അവളെ അടുക്കലേക്ക് വിളിച്ചു അവൾ മേലെ കൈവച്ചു. ഹല്ലേലൂയ. അവളെ ബാധിച്ചിരുന്ന രോഗാത്മാവ് അവളെ വിട്ട് സൗകര്യം വിട്ട് വിലകി. അവൾ നിമിർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവസന്നിധിയിൽ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിങ്ങളോട് ദൈവാത്മാവിൽ ഒരു ആലോചന പറയട്ടെ. ചില വിഷയങ്ങളുടെ നടുവിൽ കൂനിക്കുറി ആയിരിക്കാം. ചിലരുടെ മുമ്പിൽ നീർന്നു നിൽപ്പാൻ കഴിയാതെ ഹല്ലേലൂയ ഹല്ലേലൂയ കൂനിക്കുറി കാണപ്പെടുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. എന്നാൽ നീ ഭാരപ്പെടണ്ട, നീ ധൈര്യപ്പെടണ്ട. ഹല്ലേലൂയ. നിന്നെ വിടുവിക്കുന്നവൻ നിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ. ബഹുദൂരത്തിലല്ല, അവൻ സമീപമാണ്. അവൻ വിടുവിക്കും.
വിടുവിക്കും. അവൻ നിശ്ചയം നിന്നെ വിടുവിക്കും. അവൻ നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ആരെല്ലാം നിന്നെ നിന്ദിച്ചോ, ആരെല്ലാം നിന്നെ പകച്ചോ, ആരെല്ലാം നിന്നെ വെറുത്തോ, അവരുടെ നടുവില് ദൈവം നിന്നെ നിമിർന്ന് നടപ്പാൻ, ദൈവം നിന്നെ ബലപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവം നിന്നെ ശക്തീകരിക്കുന്ന ദൈവമാണ്. Praise the Lord. അവൻ ലജ്ജിച്ചു പോകാൻ വിടുകയില്ല. ചിലർ നമ്മളെ എന്ത് ചെയ്യാം, ഒതുക്കി പുറന്തള്ളിയൊക്കെ എന്ത് ചെയ്യും, തള്ളിയേക്കാം. അവരുടെ നടുവിൽ ദൈവം എന്ത് ചെയ്യും? ആമേൻ. ദാവീദ് പറയുന്നു, എൻ്റെ ശത്രുക്കൾ മുമ്പേ എനിക്കൊരു പന്തി ഒരുക്കുന്നവനാ. നീ ജോലി ചെയ്യുന്ന ഇടത്ത്, കുടുംബത്തിലല്ലോ, എവിടെ എവിടെയോ നീ ഒതുക്കപ്പെട്ട സ്ഥാനത്തിൽ, തള്ളപ്പെട്ട സ്ഥാനത്തിൽ, ഹല്ലേലൂയ, ഉള്ള സ്ഥാനത്ത് തള്ളി നിന്നെ മാറ്റി നിർത്തിയേക്കാം. എന്നാ നീ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും വിശ്വാസത്തോടെ ദൈവത്തിനെ ആരാധിക്കുന്ന ദൈവ പൈതലാണെങ്കിൽ ദൈവം അവരുടെ നടുവിലെ നിന്നെ ഉയർത്ത തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെ നിന്നെ തള്ളി മാറ്റിയോ അവിടെ ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. അവിടെ ദൈവം കൊണ്ട് നിന്നെ ഉറപ്പിക്കും. ഹല്ലേലൂയ. സാക്ഷി 1000 സാക്ഷികളുണ്ട് അനുഭവത്തിൽ. കുറച്ച് ദിവസം മിനിസ്ട്രിയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഉറപ്പിക്കുക തന്നെ ചെയ്യും. ദൈവം എന്ത് ചെയ്യത്തില്ല, വിടത്തില്ല. ദൈവ മക്കളെ, സഭയെ ദൈവം വിടത്തില്ല. എൻ്റെ മെസ്സേജിൻ്റെ അവസാന സ്റ്റേജിലേക്ക് ഞാൻ വരുവാ. അപ്പോൾ ദാവീദ് പറഞ്ഞു, ദൈവത്തിൻ്റെ മന്ദിരത്തിൽ പോകാൻ ഞാൻ സന്തോഷിച്ചു. ദൈവത്തിൻ്റെ ആലയത്തിൽ പോകാൻ സന്തോഷിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ പറയുവാൻ. ദൈവത്തിൻ്റെ മന്ദിരത്തിൽ പോയി നാട്ടപ്പെടുവാൻ, ദൈവമഹത്വം കാണുവാൻ, ദൈവത്തിൻ്റെ ആലയത്തിലെ നന്മ പ്രാപിപ്പാൻ, ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ സന്തോഷിച്ച ദാവീദിനെ ദൈവം വെറുതെ വിട്ടോ? ആമേൻ. 1 സാമുവേൽ പുസ്തകം 16-ാം അധ്യായം നിങ്ങൾ പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കാണുവാൻ കഴിയും. അവിടെ ഈസായിന് 8 മക്കൾ കാണുവാൻ കഴിയും അവിടെ. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന് രാജാവായിട്ട് സൗലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വാക്ക് കീഴ്പ്പെടിയാത്തതുകൊണ്ട് അവനെ രാജസ്ഥാനത്ത് ദൈവം തള്ളി സൗലിനെ. അവിടെ ഒരു രാജാവ് വേണം, ഇസ്രായേലിന് രാജാവ് ഒരാൾ വേണം. അപ്പം ദൈവം അവിടെ ആരെയാ നിയമിക്കേണ്ടതെന്ന് ദൈവം ഇങ്ങനെ നോക്കുന്നു. ഹല്ലേലൂയ. ഭൂമി മുഴുവൻ അവൻ്റെ കണ്ണുകൾ, നീതിമാന്മേൽ അവൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യുന്നു? നോക്കമായിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ഇങ്ങനെ നീതിമാനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവനെ എവിടെ കൊണ്ട് ഉയർത്താം, ഹല്ലേലൂയ, എവിടെ കൊണ്ട് അവനെ തൂക്കി നിർത്താമെന്ന് ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിക്കുന്ന ദൈവമക്കളെ ഉയർത്തുക ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുക. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈസാവിൻ്റെ ഇളയ മോനാകിയ ദാവീദിൻ മേലെ ദൈവത്തിൻ്റെ കണ്ണ് പതിഞ്ഞത്. ഹല്ലേലൂയ. എന്തെന്നറിയാമോ? ദൈവത്തിൻ്റെ കണ്ണ് അവൻ മേലെ പതിയുവാൻ അവൻ ദൈവത്തെ ആരാധിപ്പാൻ സന്മനസ്സുള്ളവനായിരുന്നു. ദൈവത്തെ ആരാധിക്കുന്നതിൽ അവൻ സന്തോഷിക്കുന്നവനായിരുന്നു. ദൈവത്തിൻ്റെ ആലയത്തിൽ പോയി നാട്ടപ്പെടുന്നതിൽ അവൻ തടുതലയാവുന്നതിന് അവൻ സ്വത്രം അവൻ സന്തോഷമുള്ളവനായിരുന്നു. ദൈവമഹത്വം കാണുവാൻ, ആലയത്തിലെ ദൈവമഹത്വം കാണുവാൻ അവൻ സന്തോഷിച്ചവനായിരുന്നു. ദൈവത്തിലെ ആലയത്തിൽ നന്മ കൊണ്ട് തൃപ്തനാവാൻ അവൻ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് നടുതലയായവനാണ് അവൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം സാമുവേൽ പ്രവാചകനോട് പറഞ്ഞു, നീ തൈലക്കൊമ്പിൽ അഭിഷേക തൈലത്തെ നിറച്ചുകൊണ്ട് നീ ഈസാവിൻ്റെ വീട്ടിലേക്ക് പോവുക. ഈസാവിൻ്റെ വീട്ടിലോട്ട് പോവുക. പ്രൈസ് ദി ലോർഡ്. അവിടെ ഈസാൻ്റെ മോനിൽ ഒരുത്തനെ ഞാൻ ഇസ്രായേൽ രാജാവായി അഭിഷേകം ചെയ്യുവാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പേര് പറഞ്ഞില്ല, എത്രാവത്തെന്ന് പറഞ്ഞില്ല, ആള് പറഞ്ഞില്ല. ഈ പ്രവാചകൻ സാമുവേൽ പ്രവാചകൻ അഭിഷേക കൊമ്പ് എടുത്തുകൊണ്ട് തൈലം എടുത്തുകൊണ്ട് ഈസാവിൻ്റെ വീട്ടിൽ വരുന്നുണ്ട്. ഈസാ അവൻ്റെ 7 മക്കൾ അന്ന് അവർ പട്ടാളത്തിലായിരുന്നു. അവരെല്ലാവരും വിളിച്ചു. പക്ഷേ ദാവീദ് വിളിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. 7 പേരെയും വിളിച്ചിട്ടുണ്ടല്ലോ. 7 പേരെയും സാമുവേൽ പ്രവാചകന് മുമ്പിൽ കൂടെ കടത്തിവിട്ടു. പ്രൈസ് ദി ലോർഡ്. 7 പേര് പോയതിന് ശേഷം ആരെയും അഭിഷേകം ചെയ്യുവാൻ ദൈവം പറഞ്ഞില്ല. ഹല്ലേലൂയ. അന്നാണ് സാമുവേൽ പ്രവാചകൻ ഈസായോട് ചോദിക്കുന്നു, നിനക്ക് മക്കൾ ഇത്ര തന്നെയോ, ഇനി മക്കളുണ്ടോ? ഹല്ലേലൂയ. അപ്പോഴാണ് അവൻ പറയുന്നത്, ഇനി എല്ലാവരിലും ഇളയവൻ ഒരുത്തനുണ്ട്. അവൻ മാമേശ്വത്ത് കാടുകളിൽ വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ട് കിടക്കുക. എൻ്റെ അപ്പൻ്റെ എൻ്റെ ആടുകളെ അവൻ തീറ്റിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്ന് സാമുവേൽ പ്രവാചകൻ പറഞ്ഞു, ആമേശ്വത്ര അവനെ പെട്ടെന്ന് വിളിക്കുക, അവൻ വരാതെ നാം പന്തിയിലിരിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, അവനെ പെട്ടെന്ന് ആളയച്ചു, അവനെ വിളിച്ചു. അവൻ ആടുകളെ തീറ്റിക്കൊണ്ട് ആടുകളെ മേയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. പെട്ടെന്ന് അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഒരു വിളി അവനക്ക് വരുന്നുണ്ട്. ഹല്ലേലൂയ. എന്തിനു വേണ്ടി വിളിയാന്നറിയാമോ? ഒരു രാജരീക അഭിഷേകത്തിന് വേണ്ടി വിളിയാണ്. ഒരു സാധാരണമായ വിളിയല്ല, ഒരു മേന്മയായ, ഒരു ഉന്നതമായ ഒരു വിളിക്ക് അർഹനായി അവൻ വിളിക്കപ്പെടുകയാ. അപ്പൻ്റെ വീട്ടിൽ നിന്ന് ഒരു വിളി വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ 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 ദേവ മഹിമ ഒരു ആമേൻ ആമേൻ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ട് വരട്ടോ, വെളിപ്പെട്ട് വരട്ടോ. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ. ഇന്ന് ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് ആരാധനകളിൽ, ഉപവാസ പ്രാർത്ഥനകളിൽ, സഭകളിൽ നടക്കുന്ന ആരാധനകളിൽ പ്രിയ ദേവദാസനോട് ദൈവമക്കളോട് ചേർന്ന് നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന ദാവീദെ പോലെ ആരാധിപ്പാൻ സന്തോഷിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കും എനിക്കും ഒരു വിളിവുണ്ട്. ഉയരത്തിൽ നിന്നൊരു വിളി വരുന്നുണ്ട്. സഭയെ ചേർപ്പാൻ ഇവിടെ കയറി വരുമെന്നുള്ള ഒരു വിളി. ഹല്ലേലൂയ. ആ ഉന്നത ഭാഗ്യ പദവിയിലേക്ക് സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുമൊഴി കൊണ്ട് വിളിക്കുന്ന വിളി കടന്നു വരുന്നുണ്ട്. ഈ വിളിക്ക് അർഹനായി ഞാൻ നീ മാറേണ്ടതിന് ദാവീദെ പോലെ ദൈവസ്ഥാനത്തിൽ ചേർന്ന് നിന്ന് ആരാധിപ്പാന് ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ ആ വിളിക്ക് നമ്മൾ അർഹനായി മാറും. പ്രൈസ് ദി ലോർഡ്. ദാവീദെ വിളിച്ചുകൊണ്ട് വന്ന് കേട്ടോ, വിളിച്ചുകൊണ്ട് ഈ സമൂഹ പ്രവാചകന്റെ മുമ്പിൽ വിട്ടപ്പോൾ ദൈവം പറഞ്ഞു, ഇവൻ തന്നെ ആള്, ഇവനാണ് എന്നെ ആരാധിപ്പാൻ സന്തോഷിച്ചവന്, എന്നെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷിച്ചവന്, എൻ്റെ സമൂഹത്തിൽ നിൽപ്പാൻ സന്തോഷിച്ചവന്. അതുകൊണ്ട് ഇവനെ അഭിഷേകം ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പറയുന്നു, അവൻ്റെ സഹോദരൻ നടുവിൽ ദൈവം അവൻ അഭിഷേകം ചെയ്യുന്ന, അഭിഷേകം ചെയ്യാൻ പറഞ്ഞാൽ അവിടെ സാമുവേൽ പ്രവാചകൻ അവിടെ അഭിഷേകം ചെയ്തു. എവിടെയാ? തൻ്റെ സഹോദരൻ നടുവില്. അതാ ദാവീദ് പറയുന്നു, എൻ്റെ ശത്രുക്കൾ മുൻപേ എനിക്കൊരു പന്തിയെ എന്നു ആയത്തപ്പെടുത്തി എൻ തലയെ എണ്ണിനാൽ അഭിഷേകം പണികരെ. അവർ സഹോദരൻ നടുവിലാ. അപ്പോൾ ഇത്ര ദിവസം 7 സഹോദരന്മാർ എന്ത് പറഞ്ഞാണ് ഇവനെ? അവർ ലീവൊക്കെ വരുമ്പോൾ, അവധിക്കൊക്കെ വരുമ്പോൾ എന്ത് പറഞ്ഞാണ്? അയ്യോ, നമ്മളൊക്കെ ഇവിടെ വലിയ ആൾക്കാരാടാ, നമ്മളവിടെയൊക്കെ സ്വത്രം പട്ടാളത്തിലൊക്കെ ജോലി ചെയ്യുന്നവരാ, നീ വെറും ആട് മേയ്ക്കണവനാ. ഹല്ലേലൂയ. എൻ്റെ ദൈവമക്കളെ, നിന്റെ ജോലിയോ നിന്റെ പഠിപ്പോ നിന്റെ നിറമോ ഒന്നും ദൈവത്തിൽ നിന്നെ ഉയർത്തുവാൻ തടസ്സമല്ല. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ആട് മേച്ചവനാ. അവൻ ആട് മേച്ചുകൊണ്ടിരുന്നാൽ ദൈവത്തിൽ അവൻ വിശ്വസ്തനായിരുന്നു. ഓ, നിന്റെ ജോലിയിൽ പഠിപ്പ് കുറവാണ്, ഞാൻ എന്താ പഠിച്ചത് ഇവിടെ നിങ്ങളുടെ പ്രസംഗിപ്പാന്? ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം ഉയർത്തിയതല്ലേ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് ഇവിടെ ദൈവം കൊണ്ടുവന്നത് നിങ്ങളായിട്ട് വന്നതാണോ? ദൈവം ഇവിടെ കൊണ്ടുവന്നതല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, സ്തോത്രം. ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുവാണെങ്കിൽ നമ്മൾ അർഹനില്ലാത്ത സ്ഥാനത്തിലൊക്കെ ദൈവം നമ്മെ അർഹനാക്കി നമ്മെ നിർത്തുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നത് ഇവന്റെ മുമ്പിൽ 7 പേരെ തട്ടിമാറ്റി, മിടുക്കമായ 7 പേരെ തട്ടിമാറ്റിച്ചാണ് ദൈവം ഇവനെ ഉയർത്തിയത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ ചില മിടുക്ക് കഴിക്കുന്നവർ കാണാം. ഹല്ലേലൂയ. പഠിപ്പില് അന്തസ്സില് പാരമ്പര്യമൊക്കെ പറയുന്നവർ കാണാം. അവർ നടുവിൽ ദൈവം, നീ വിശ്വസിച്ചോടെ ഞാൻ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് നിന്നെ ഉയർത്തുന്നവനാ. കരന്തട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ, കരന്തട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഉയർത്തുക തന്നെ ചെയ്യും, അവൻ ഉയർത്തുക തന്നെ ചെയ്യും. ദൈവത്തെ ആരാധിക്കുമെങ്കിൽ ആമേൻ ആമേൻ ദൈവം നിന്നെ അർഹനാക്കും. നിന്റെ തലമുറകളെ ദൈവം ഉയർത്ത തന്നെ ചെയ്യും. ദേശത്തിൽ ഉയർത്തും ദൈവം. ഹല്ലേലൂയ. നീ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവം നിന്നെ ഉയർത്തി. തമിഴിങ്ങനെ ഒരു വാക്യമുണ്ട്, എൻ്റെ കാലുകളെ മാൻകാലുകൾ പോലാക്കി എന്നെ ഉയർ സ്ഥാനങ്ങളിൽ നിർത്തി എന്നെ അഴകു പാർക്കറാർ. ഹല്ലേലൂയ. കാലം മാൻപേട പോലെ കാല് പോലെ ആക്കുന്നത് ആരാ? ദൈവമാ. ഹല്ലേലൂയ. അർഹനില്ലാത്ത ഉയർ സ്ഥാനങ്ങളിൽ ദൈവം നിക്കുമാറാക്കുന്നവനാണ്. ഹല്ലേലൂയ. ദാവീദ് അങ്ങനെ ദൈവം ഉയർത്തിയത്. അവന്റെ പഠിപ്പോ അവന്റെ പട്ടമോ ജോലിയോ ഒന്നും ദൈവം നോക്കിയില്ല. ദൈവത്തെ വിശ്വസ്തയോടെ അവൻ ആരാധിച്ചത് കൊണ്ട് അവന് മുൻപ് നിന്നെല്ലാം മിടുക്കന്മാരെ തട്ടി മാറ്റിക്കൊണ്ട് ദൈവം ഇവൻ അർഹനാക്കി, ദൈവം അവനെ ഉയർത്തി. ഹല്ലേലൂയ. അല്ലേ, ഒരു പ്രാർത്ഥന വിഷയം പറഞ്ഞുകൊണ്ടായിരുന്നു കൊള്ളാം. ഞങ്ങളിപ്പോൾ ആയിരിക്കുന്ന സ്തോത്രം ചെങ്കൽപ്പട്ട് ഡിസ്ട്രിക്റ്റിലെ ഇന്ദ്രാനഗർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. 3 വർഷം കൊണ്ട് ഒരു വാടക ഇടത്തിലാണ് നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഈ വീട് വന്ന് ഒരു പുറമ്പോക്ക് സ്ഥലത്തിലാണ്. ഇത് വായ്ക്കാൽ പുറമ്പോക്ക് എന്ന് പറയും. അതിൻ്റെ മേളിൽ ബ്രിട്ടീഷ് കാലത്തിൽ കൊടുത്ത ഒരു വായ്ക്കാലിൻ്റെ മുകളിലാണ് ഈ വീട് കെട്ടിയിരിക്കുന്നത്. ഈ വീട് ഗവൺമെൻറ് എടുക്കാൻ പോവുക, ആ വായ്ക്കാലിന് അവർ വൃത്തിയാക്കാൻ പോവുക. അതുകൊണ്ട് 4 മാസം സമയം പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് 51 വീടുണ്ട് അവിടെ.
ഇതിന് മുമ്പിൽ 157 വീട് അവരെടുത്തു. ഇനി ഒരു 51 വീടുണ്ട്. ഇലക്ഷൻ വരുന്നതുകൊണ്ട് അവർ നിപ്പാട്ടി നിർത്തി വെച്ചിരിക്കുകയാണ്. പ്രൈസ് അവരെടുക്കാൻ പോവുക. ആമേ, ഞങ്ങൾക്കൊരു ആരാധന സ്ഥലം അവിടെ വേണം. അവിടെ വാടകയ്ക്കൊന്നും വീടില്ല. അവിടെ എല്ലാ വീടും എടുക്കുന്ന വാടക വീടില്ല. ആമേ സ്തോത്രം. അവിടെ ഞങ്ങൾ സുവിശേഷ നിമിത്തം ആയിരുന്നപ്പോൾ ചില സുവിശേഷം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത സഹോദരന്മാർ അവിടെ ഞങ്ങളെ ശാരീരികമായി ഉപദ്രവിച്ച സ്ഥലമാണ് അവിടെ. പ്രൈസ് അവിടെ ദൈവം ഞങ്ങൾക്ക് ഒരു ബ്ലൂ സീറ്റ് കൊണ്ട് ഒരു തട വാടക എടുത്ത് ഒരു ഷെഡ് ഇടുവാൻ ആ ഒരു പരിശ്രമത്തിലാണ് ഞാനിപ്പോൾ. ദൈവമക്കൾ പ്രാർത്ഥിക്കണം, ദൈവം സഹായിക്കേണ്ടതിന്. നാളുകളിൽ പ്രിയ ദേവദാസനോട്, പ്രിയ ദൈവസഭയോട്, ദൈവമക്കളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ വിശുദ്ധ ആരാധനകളും വിശേഷ പ്രാർത്ഥനകളും ഉപവാസ പ്രാർത്ഥനകൾക്ക് മുടക്കം വരുത്താതെ സഭയോട് ചേർന്ന് നിന്ന് സ്തോത്രം ദൈവത്തെ ആരാധിക്കുവാൻ നിങ്ങൾക്ക് ക്രിസ്തു യേശുവിൽ നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ മാനിക്കുക തന്നെ ചെയ്യും. ദൈവം നിങ്ങളെ ഉയർത്ത തന്നെ ചെയ്യും. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ തലമുറകളെ ഉയർത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കേട്ട ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിന് കാഠിന്യമായി മാറാതെ ഈ സന്ദേശം ദൈവത്തിൽ സംഗതി നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. വർദ്ധനങ്ങളിൽ എന്ത് സാഹചര്യത്തിലും എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അത് മാറ്റി നിർത്തിയിട്ട് ദൈവമക്കളോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളെ ഉയർത്ത തന്നെ ചെയ്യും. ഈ അവസരത്തിന് തന്ന പ്രിയ ദേവദാസനോടും ദൈവസഭയോടും എൻ്റെ ക്രിസ്തു യേശുവിന്റെ നന്ദിയെ ഞാൻ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ.